السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ ഈ പ്രദേശത്തെ സഹോദര സഹോദരിമാരെ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സജീവരായ പ്രവർത്തകന്മാരെ, കേരളത്തിലെ തെരഞ്ഞെടുത്ത 150 സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിൻ്റെ ഭാഗമായി ഉദുവല്ലൂരിലെ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള നിർഭയത്വം തൗഹീദിലൂടെ എന്ന തലക്കെട്ടുയർത്തിപ്പിടിച്ച് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉടനീളം പ്രധാന 150 സ്ഥലങ്ങളിലെങ്കിലും മിനിമം തൗഹീദ് കൽപ്പിക്കുവാനുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ സംഘത്തിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കൊച്ചു സംസാരം. അതിൻ്റെ ആദ്യ സംസാരം നിങ്ങൾ ഇവിടെ കേട്ടുകഴിഞ്ഞു. ഈ പ്രാവശ്യം അല്പം നേരത്തെയാണ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയ പ്രതികൂല സാഹചര്യമാണ് എന്ന നിലക്ക് നാം ആരും മനസ്സിലാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. കുടിവെള്ളം പല സ്ഥലത്തും കിട്ടാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വെള്ളത്തിന് ആഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന അപാരമായ ഒരു നിഅമത്തായി, മിന്നത്തായി കണ്ടുകൊണ്ടാണ് നാം ഈ കാലാവസ്ഥയെയും സാഹചര്യത്തെയും മനസ്സിലാക്കേണ്ടത്. വെള്ളം കിട്ടാതെ പോയാൽ ഒരു തുള്ളി വെള്ളം തരാൻ നമുക്ക്, കുടിവെള്ളം വറ്റിപ്പോയാൽ നമുക്ക് ഒരു കുടിനീര് ഇറക്കിത്തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ ആ വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആരംഭം കുറിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മനുഷ്യരോടാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാമാണോ? ഒരു മനോഹരമായ ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാമാണോ? അതൊരു തൗഹീദിന്റെ ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് മനസ്സിലാക്കുന്നവരുടെ മുന്നിലേക്കുള്ള
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്ന, അത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ ചിന്തകളെ തട്ടിയുണർത്തുന്ന ഒരു ചോദ്യമാണ്. അങ്ങനൊരു വെള്ളം തരാൻ ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? അതുകൊണ്ട് മെയ് മാസത്തിലൂടെ ജൂൺ മാസത്തിലേക്ക് പ്രവേശനം, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ തലങ്ങൾ, വിദ്യാഭ്യാസ രംഗങ്ങളൊക്കെ ആരംഭം കുറിക്കാൻ പോകുന്ന ഒരു അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയം, സ്വാഭാവികമായി ആ അർത്ഥത്തിൽ കുട്ടികളും വിദ്യാർത്ഥികളുമെല്ലാം അതിന് പറ്റാവുന്ന വിധത്തിലുള്ള കുടയും സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുന്ന ഒരു സമയത്താണ് ഈ വേനൽക്കാല അവധി വെറുതെ വൃഥാവിലാക്കി കളയരുത് എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പ്രത്യേക പ്രോഗ്രാമുകൾ, യുവാക്കൾക്ക് വേണ്ട പ്രത്യേകമായ പ്രോഗ്രാമുകൾ, പെൺകുട്ടികൾക്ക് വേണ്ട പ്രത്യേകമായ ക്യാമ്പുകൾ, അതോടൊപ്പം പബ്ലിക്കിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എത്തിക്കുവാനുള്ള അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിൻ്റെ ഭാഗമായി നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ മെയ് മാസം 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 150 കേന്ദ്രങ്ങളിൽ മിനിമം നമ്മൾ സംസാരിക്കണമെന്ന നെയ്യത്ത് വെച്ചുകൊണ്ട് ഏകദേശം ഒരു 90ഓളം സ്ഥലങ്ങളിൽ ഈ സംസാരം ഇന്നത്തോടുകൂടി പൂർത്തിയാവുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ചെറിയൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ കാലാവസ്ഥ മാറിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് മറ്റാമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ ചില കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വച്ചത് ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എനിക്കും നിങ്ങൾക്കും സമാധാനം കിട്ടുക എന്നതാണ് ഇവിടെ നേരത്തെ നടന്ന സംസാരത്തിൽ നിങ്ങൾ കേട്ടത്. ആ ഒരു സമാധാനം റബ്ബിൽ നിന്നാണ് എന്ന് വിളിച്ചു പറയുന്നവരാണ് മുസ്ലിങ്ങൾ. ഇപ്പൊ ഇശാ ജമാഅത്ത് കഴിഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പറഞ്ഞത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ നീയാണ് സമാധാനം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനം. ആ സമാധാനം തരാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് ഒരു ശാന്തി നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. എത്ര സമ്പാദ്യങ്ങളും പണവും ആസ്തിയും സ്വത്തും എല്ലാം ഉണ്ടെങ്കിലും മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ ഒരുപക്ഷെ ആ മനുഷ്യന്റെ ആസ്തി കൊണ്ടോ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയത് കൊണ്ടോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് റബ്ബേ നീ സമാധാനം നൽകുന്നവനാണ്, നിന്നിൽ നിന്നാണ് സമാധാനം. ആ സമാധാനം നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് ചോദിക്കുകയാണ് 5 നേരവും നമസ്കാരം കഴിഞ്ഞാൽ ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും. തുടർന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസ രംഗത്തെ അചഞ്ചലമായ പ്രഖ്യാപനമാണ്. എന്താണ് ആ പ്രഖ്യാപനം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. ഈ പ്രദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളോട് വളരെ വിനയത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പറയുന്നതിൻ്റെ അർത്ഥവും ആശയവും നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൗഹീദ് വേഗത്തിൽ മനസ്സിലാവും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ അല്ലാഹുവേ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല അല്ലാഹ് എന്ന് വിളിച്ചു പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ് ഒരു മുസ്ലിം. അവന്റെ വിശ്വാസത്തിന്റെ കാതലായ വശമാണത്. എൻ്റെ ജീവിതത്തിലേക്ക് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ എന്ന നിലക്ക് തരുന്നത് റബ്ബാണ്. അല്ലാഹുവേ
അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിൽ നൽകുന്നത് നീയാണ്. ഒരു കച്ചവടം തുടങ്ങിയാൽ അത് വലിയ ലാഭകരമായി ഒരുപാട് പ്രോഫിറ്റ് കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടത്തെ അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ലാഭങ്ങളോടുകൂടി കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ എൻ്റെ കൈകളിലൂടെ ലാഭങ്ങൾ കൊയ്യുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ചിലർക്ക് നഷ്ടമാകാം, ലാഭമാകാം, അത് പരീക്ഷണങ്ങളാണ്. റബ്ബെനിക്ക് തരാൻ തീരുമാനിച്ച ഒന്നിനെ തടയാൻ ലോകത്തുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടിയിലധികം മനുഷ്യർ ഒരുമിച്ച് തീരുമാനിച്ചാലും അള്ളാഹു തരാൻ തീരുമാനിച്ച ഒന്നിനെ തടയാനോ റബ്ബ് തരാൻ വിചാരിക്കാത്ത ഒരു കാര്യത്തെ വാങ്ങിത്തരാനോ സുഹൃത്തുക്കളെ സാധ്യമല്ല എന്ന് 5 നേരത്തെ നിസ്കാരവും ആ ഫർളായ ജമാഅത്ത് കഴിഞ്ഞ് മുസ്ലിം പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ അത് ആവർത്തിച്ച് റബ്ബിനോട് ചോദിക്കുകയുമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സംസാരമാണ് ഇവിടെ നേരത്തെ കഴിഞ്ഞത്. പക്ഷെ എന്നിട്ടും മുസ്ലിം ഉമ്മ സമാധാനം കിട്ടാൻ, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകൃതമായി മാറാൻ ഈ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുണ്ടായിട്ട് അവന് ക്ഷീണമില്ല, അവന് മയക്കമില്ല, അവന് തളർച്ചയില്ല, അവന് ഉറക്കമില്ല, മയക്കമില്ല, അവന് പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല, എല്ലാറ്റിനെയും മറികടക്കുന്നവനാണ് അവൻ. എന്നിട്ട് ആ റബ്ബിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന മുസൽമാൻ, ആ റബ്ബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇപ്പൊ നമ്മൾ ഇശാ നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും ആ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കൈകെട്ടി നിന്ന് എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഇത് പറഞ്ഞ ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണോ സഹായതേട്ടം നടത്താറുള്ളത്? ഏത് സഹായതേട്ടം? തർക്കത്തിലിരിക്കുന്ന സഹായതേട്ടം എന്ന്. എന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്കൊരു 50 രൂപ കൊണ്ടാ എന്ന് അയൽവാസിയോട് ചോദിക്കാം. ദാഹിച്ചവശനായി നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കാം. അതൊക്കെ സഹായമാണ്. കുട്ടിയൊന്ന് വീണ് അപകടത്തിലാകുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് എൻ്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന് വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാൽ എനിക്ക് സന്താനമില്ല, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട്, ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മഹാത്മാവാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി ഞങ്ങൾക്ക് കുട്ടിയില്ല, ഞങ്ങൾക്കൊരു കുട്ടിയെ നൽകണമേ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ദാഹിച്ചപ്പോ വെള്ളം ചോദിച്ചവനെ പോലെയാണോ? കുട്ടി വീണിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോയി എൻ്റെ കുട്ടിയെ പെട്ടെന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞതുപോലെയാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അയൽവാസിയോട് 1000 രൂപ തരുമോ താൽക്കാലികമായി എന്ന് ചോദിച്ചതുപോലെയാണോ? ഇത് രണ്ടും കൂട്ടിക്കുടച്ച് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർ നാളെ റബ്ബിന്റെ കോടതിയിൽ, പടച്ചവന്റെ കോടതിയിൽ, നീതിപൂർവമായ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധമുണ്ടാകണം. അപ്പൊ പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആശയം എന്താണ്? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. നിസ്കാരം റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. നോമ്പ് റബ്ബിന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമാണ്. അത് കൊണ്ടോട്ടിക്കടുത്ത മുതുവല്ലൂരിനടുത്ത് ഈ പ്രദേശത്തും ഈ കേരളം വിട്ട് ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലും അങ്ങ് തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അല്ല, ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നിസ്കാരം ഒരുപോലെയാണ്. റബ്ബിന്റെ കൂലി ആഗ്രഹിച്ച് റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന ഇബാദത്താണ്. അത് ഇബാദത്താണെന്ന് നമ്മളെ പഠിപ്പിച്ചതാരാ? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. സംശയമില്ലല്ലോ. ആ നിസ്കാരം അള്ളാന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമേ നിർവഹിക്കാവൂ എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാ? അള്ളയും അള്ളാഹുവിന്റെ റസൂൽ തങ്ങളായ മുത്തുനബിയുമാണ്.
എങ്കിൽ അതേ നബിയാണ് നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താവൂ. എന്തേ അത് സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് മടി? നിങ്ങളൊരു മൃഗത്തെ അറുത്ത് പാവപ്പെട്ടവർക്കോ അല്ലാത്തവർക്കോ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കൂലി മാത്രമേ ആഗ്രഹിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ അറുക്കാവൂ. ഈ നിസ്കാരം പഠിപ്പിച്ച അതേ തങ്ങളായ മുത്തുനബിയാ പഠിപ്പിച്ചത്. എന്നിട്ട് എന്താ മുസ്ലിം ഉമ്മത്തിന് അവിടെ ഒരു മടി? ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ദീനിന്റെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, എന്നാൽ ദീനിന്റെ മറ്റൊരു കാര്യം അതേ മുത്തുനബിയുടെ തിരുനാവിലൂടെ പഠിപ്പിച്ച ഇബാദത്ത്, മുത്തുനബിയുടെ തിരുനാവിലൂടെ പഠിപ്പിച്ച ആചാരം, മുത്തുനബിയുടെ തിരുനാവിലൂടെ പഠിപ്പിച്ച അനുഷ്ഠാനം ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ മാത്രം നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ സമർപ്പിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ രേഖയുണ്ടോ? ഇല്ല. പ്രമാണങ്ങളാകുന്ന ഹദീസിൽ രേഖയുണ്ടോ? ഇല്ല. ഖുർആൻ കഴിഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പറയുന്ന ബുഖാരി, മുസ്ലിം മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ പ്രിയപ്പെട്ടവരെ രേഖയുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ അർത്ഥത്തിൽ ചിന്തിച്ചു പോകുന്നു എന്നത് അത്ഭുതമാണ്. ഖുർആനിലെ നൂറുകണക്കിന് പ്രാർത്ഥന, സമയത്തിന്റെ കുറവ് കൊണ്ടും സാഹചര്യം ഇങ്ങനെയായതുകൊണ്ടും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, നമ്മളൊക്കെ അള്ളാന്റെ സൃഷ്ടികളാ. ഖുർആൻ അള്ളാന്റെ സംസാരമാണ്. അതുകൊണ്ട് പണ്ഡിത ലോകം അതിന് ഡെഫിനിഷൻ കൊടുത്തു, നിർവചനം കൊടുത്തു. കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് ഖുർആൻ. അള്ളാഹുവിന്റെ സംസാരം മുത്തുനബിയിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അള്ളാഹു എത്തിച്ചു കൊടുത്തു. ആ റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ. സംശയമില്ലല്ലോ. ലോകത്തിലെല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ ഖുർആൻ, ഷിയാക്കൾക്കൊഴിച്ച് ബാക്കി എല്ലാ മുസ്ലിങ്ങൾക്കും, നമ്മുടെ നാട്ടിലെ സമസ്തക്കും, ഈ സംസാരം സംഘടിപ്പിച്ച സെലഫികളായ സുന്നികൾക്കും, അതേ തബ്ലീഗിനും ജമാഅത്തിനും എല്ലാവർക്കും ഒരൊറ്റ ഖുർആൻ. എല്ലാവരുടെ ഖുർആനിലും 30 ജുസ് ആണ്. എല്ലാവരുടെ ഖുർആനിലും 114 അധ്യായമാണ്. എല്ലാവരുടെ ഖുർആനിലും 6236 ആയത്തുകളാണ്. ആർക്കും തർക്കമില്ല. ആ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ്, 2 ബഖറയാണ്, അലിംറാനാണ്, നിസാ ആണ്, മാഇദയാണ്, അൻആമാണ്, അറാഫാണ്, അൻഫാലാണ്, തൗബയാണ്, ഹൂദാണ്, യൂനുസാണ്, ഹൂദാണ്. വ്യത്യാസമില്ലല്ലോ. 114 അധ്യായം വരെ അങ്ങനെയാണ്. എങ്കിൽ മുസ്ലിങ്ങളെ, ആ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തെടുത്ത് നമ്മൾ പരിശോധിക്കുക. യഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേർവഴി ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഋചുവായ നേരായ ചൊവ്വായ വഴി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവിനോടാ. ഇനി ബഖറയിലെടുത്തോ, ആലിംറാനിലെടുത്തോ, സൂറത്ത് നിസായിലെടുത്തോ, 114 അധ്യായം സൂറത്ത് അന്നാസ് വരെയുള്ള 100 കണക്കിന് പ്രാർത്ഥനകളിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബി ശ്റഹ് ലി സദ്രി, റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. എത്ര പ്രാർത്ഥനകളാ. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമാണ്. എല്ലാ ദുആയും, ഖുർആനിൽ വന്ന എല്ലാ പ്രാർത്ഥനയും റബ്ബി, എന്റെ റബ്ബേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ. ഇതല്ലാത്തൊരു പ്രാർത്ഥന എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ഖുർആനിൽ ഉണ്ടോ? അതുകൊണ്ട് സലഫികൾ ലോകത്ത് മുഴുക്ക പറയുന്നു, ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ എല്ലാ പ്രാർത്ഥനയും റബ്ബിന്റെ മുന്നിലേക്കേ പോകാവൂ, വേറെ ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിച്ചു പോകല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ? അതിനാരാ ഇവിടെ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നത് എന്നാ സാധാരണക്കാര് പറയാ. നിങ്ങൾ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്ക്, ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്ക്, സോഷ്യൽ മീഡിയ തുറക്ക്. ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് പഠിക്കാനും മനസ്സിലാക്കാനും ധാരാളം വഴികളുണ്ടല്ലോ. പാവപ്പെട്ട കുറെ ആളുകളെയും കൂട്ടി ഒരു പണ്ഡിതൻ, എത്രയോ ക്ലിപ്പുകളുണ്ട്. ഇവിടെ അതിനുള്ള സംവിധാനമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ നമുക്കതൊക്കെ ഇട്ട് ഈ നാട്ടിലത് കേൾപ്പിച്ച് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു പണ്ഡിതനായ മനുഷ്യൻ സിയാറത്തിന് പോകുന്നത് ഒരു വലിയ നീണ്ട ഖബറിന്റെ മുന്നിലേക്ക്. ആയിക്കോട്ടെ, ഖബറിന്റെ വലിപ്പോ ചെറുപ്പോ എന്നല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ആ ഖബറിന്റെ മുന്നിൽ നിന്ന് ഈ പണ്ഡിതനായ മനുഷ്യൻ പറയുന്നത്, ഉപ്പാപ്പ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇരുന്ന സ്ഥലമാണിത്, ഞങ്ങൾ വന്ന സ്ഥലമാണിത്. ആരോടാ പറയണത്? ഖബറിൽ കിടക്കുന്ന ഈ മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയോട്. ഉപ്പാപ്പ, ഞങ്ങൾ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഉപ്പാപ്പ, ഞങ്ങൾ ഇനിയും കുറെ ആളുകൾ വരാനുണ്ട് ഉപ്പാപ്പ. ഉപ്പാപ്പാനോട് ഞങ്ങൾക്ക് പ്രത്യേക കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഉപ്പാപ്പ. എന്താ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് കീറി മുറിക്കുന്ന രോഗങ്ങളൊന്നും തരല്ലേ ഉപ്പാപ്പ. ആരോട്?
ഈ ഖബറിന്റെ മുന്നിൽ നിന്ന് ഈ ഖബറാളിയോട് പറയാ, ലലാലത്ത്, പ്രശ്നങ്ങള്, വഴികേടുകള് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ ഉപ്പാപ്പ. ഞങ്ങൾ നാളെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണല്ലോ ഉപ്പാപ്പ, അതിനുള്ള വഴി തുറന്നു തരണേ ഉപ്പാപ്പ. ഇങ്ങനെ നീണ്ട പ്രാർത്ഥന ഖബറാളിയോട്. പ്രിയപ്പെട്ട ഈ നാട്ടിലെ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് യൂട്യൂബ് തുറന്നാൽ കിട്ടും, സോഷ്യൽ മീഡിയ തുറന്നാൽ കിട്ടും. ഇതൊരു മുസ്ലിമിന് യോജിച്ചതാണോ? ആണോ? ഇതൊരു മുസ്ലിമിന് അനുവദിച്ചതാണോ? പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിന്റെ ഉള്ളിൽ അനുവാദമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പൊ പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ സാരമെന്താണ്? അർത്ഥതലമെന്താണ്? ആശയമെന്താണ്? പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മുടെ ഉമ്മ നിസ്കരിച്ചിട്ട് മുസല്ലയങ്ങു അലമാരയുടെ മേലേക്ക് വെക്കുമ്പോ ഉമ്മാന്റെ കാലൊന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് സ്ലിപ്പായാൽ ഉമ്മ വിളിച്ചത് എന്താണെന്നറിയോ? നിസ്കാരത്തിൽ കൈകെട്ടി നിന്നിട്ട് ഉമ്മ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. നിസ്കാരത്തിൽ മുഴുക്കെ ആ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതി, ദിക്റുകൾ ഓതി, അതിന് പറയാവുന്ന റുക്ഉഇൽ, സുജൂദിൽ, ഇഅ്തിദാലിൽ എന്താണോ ചൊല്ലേണ്ടത് അതൊക്കെ ചൊല്ലി, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകളും പ്രാർത്ഥനകളും നടത്തി, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതല്ലേ, വേണ്ടതല്ലേ? എന്നിട്ട് ആ മുസല്ലയൊന്ന് മടക്കി അലമാരയിലേക്ക് വെക്കുമ്പോ, അവിടുന്ന് ഒന്ന് എണീൽക്കുമ്പോ കാലൊന്ന് വടിക്കിപ്പോയാൽ, മുതുവല്ലൂരിന്റെ വെളിപ്പാടകലെ കിടക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിം ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ബദരീങ്ങളെ എന്ന് വിളിച്ചു പോകുന്നുണ്ടോ? ബദരീങ്ങൾ മോശക്കാരല്ല, അവർ നമ്മുടെ നേതാക്കന്മാരാണ്. ബദരീങ്ങൾ എന്ന് പറയുന്നതിന്റെ ലീഡർ, നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തങ്ങളാണ്. ആർക്കും അതിൽ തർക്കമില്ല. എന്നിട്ട് ഈ ഉമ്മ വിളിച്ചതാരെയാണ്? ഈ വാപ്പ വിളിച്ചതാരെയാണ്? ബദരീങ്ങളെ എന്നെ കാക്കണേ എന്നാണ്, മമ്പറുന്തങ്ങളെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ്. അല്ലേ? വ്യത്യസ്തമായ ഖബറുകളിൽ കിടക്കുന്ന ശൈഖുമാരെ, ബീവിമാരെ വിളിച്ചു പോകുന്ന ഉമ്മമാരെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്ക്. നിസ്കാരത്തിൽ പറഞ്ഞതെന്താ? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഈ പറഞ്ഞതിന്റെ നേരെ എതിരല്ലേ ഇപ്പൊ വിളിച്ചത്? അല്ലേ? കാലൊന്ന് വടിക്കിയാൽ, ഒരു കല്ലിൽ തട്ടി വീണാൽ, ഒരു സ്റ്റെപ്പ് വടിക്ക് താഴോട്ട് വീണാൽ, നമ്മുടെ കുട്ടി നിരങ്ങി ഒരു കുടിയിലേക്ക് നീങ്ങുന്നത് കണ്ടാൽ, പടച്ചോനെ റബ്ബേ എന്റെ കുട്ടി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ ഉമ്മമാർ, മരിച്ചുപോയ മഹത്തുക്കളെ, മഹാരഥന്മാരെ വിളിച്ചു പോകുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്ക്. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. ഇത് നാളെ പരലോകത്ത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള സംസാരമാണ്. ഇവിടെ സംഘടിപ്പിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത് സംഘടിപ്പിച്ച് ഇന്ന് ഇവിടെ നിന്ന് പോകും. പക്ഷേ നിങ്ങളുടെ കൂടെ ഇവരോ, ഇവരുടെ കൂടെ നിങ്ങളോ, നിങ്ങളുടെ വാപ്പയുടെ കൂടെ ഉമ്മയോ, ഉമ്മയുടെ കൂടെ വാപ്പയോ, ജേഷ്ഠാനിയന്മാരോ, പെങ്ങന്മാരോ, മക്കളോ, മാതാപിതാക്കളോ ഇല്ലാതെ നഫ്സി നഫ്സി എന്ന് വിളിക്കുന്ന റബ്ബിന്റെ കോടതിയിൽ വേണ്ട, മരണം സംഭവിച്ച് ഈ നാടിന്റെ ഖബർസ്ഥാനിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി 6 അടി മണ്ണിൽ നിങ്ങളെ കിടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് അവിടെ തസ്ബീഹ് ചൊല്ലി നാട്ടുകാർ തിരിച്ചു പോകുമ്പോ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോന് ചിലപ്പോ എല്ലാവരും പോന്നാലും കുറച്ച് സമയം കൂടി നിന്നേക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മോന്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ ബന്ധുമിത്രാദികൾ എല്ലാവരും പോയിട്ടും ഖബറിന്റെ അടുത്തുനിന്ന് പോവാതെ വീണ്ടും ഒരു 10-20 മിനിറ്റ് അല്ല മണിക്കൂറുകൾ തന്നെ നിന്നു എന്ന് വിചാരിച്ചോ. പക്ഷേ ആ ഖബറിൽ നമ്മൾ ഒറ്റക്കല്ലേ? അല്ലേ? ഖബറിൽ ചോദ്യമില്ലേ? ഖബറിലേക്ക് റൂഹ് മടക്കി തരുന്നില്ലേ? മുത്തുനബി പറഞ്ഞതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, തുആദു റൂഹുഹു, അവന് റൂഹ് മടക്കി കൊടുക്കുകയാണ്, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, ചോദ്യം തുടങ്ങുകയാണ്. മർറബ്ബുക്, ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യം വരികയാണ്. ഉത്തരം പറയാൻ കഴിയുമോ മുസ്ലിമേ? ഉത്തരം പറയാൻ കഴിയും മുസ്ലിമായ, മുഅ്മിനായ, മുവഹ്ഹിദായ മനുഷ്യന്. അവിടെ നമ്മൾ ഒറ്റക്ക. ഒരു കൂട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു മൗലവിമാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു ഉസ്താദുമാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും ആ ഖബറിൽ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, അവിടെ രക്ഷപ്പെടാൻ അതിനായി സംസാരം, ആ ഖബറിൽ നമുക്ക് സമാധാനം കിട്ടാൻ. അത് നാളെ പരലോകമെന്ന് പറയുന്ന ആ ലോകത്തിലേക്കുള്ള ഒന്നാമത്തെ കവാടമാണ്, ഒന്നാമത്തെ വീടാണത്. ഈ ഐഹിക ജീവിതം വിട്ട്, ഈ നൈമിഷികമായ നശ്വരമായ ജീവിതം വിട്ട്, ഈ ദുനിയാവിന്റെ പളപളപ്പ് വിട്ട്, വിശ്രമമില്ലാതെ കച്ചവടത്തിന്, ക്രയവിക്രയങ്ങൾക്ക്, ബിസിനസിന് വേണ്ടി ഓടി നടന്ന ഓട്ടം വിട്ട്
ആ ഖബറിൽ നാളെ പരലോകമെന്ന് പറയുന്ന ഒരു പ്രത്യേക കോടതിയിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ വീട്ടിൽ നമ്മൾ ഒറ്റക്ക. അവിടെ ആരുണ്ടാകും നമ്മെ സഹായിക്കാൻ? ആരുണ്ടാവുക? ഒരു മനുഷ്യനുണ്ടാവില്ല. അവിടെ രക്ഷപ്പെടാനുള്ള ഇസ്ലാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് തൗഹീദ് റെഡിയാവുക എന്നുള്ളത്. ആ തൗഹീദ് റെഡിയാവണം. അതുകൊണ്ട് ദുനിയാവിലെ ആളുകളോട് സഹായം ചോദിക്കണില്ലേ എന്നൊക്കെ ഉസ്താദുമാർ പറയുമ്പോൾ, എന്നാ പിന്നെ ഒരാളോട് വെള്ളം ചോദിക്കാൻ പറ്റുമോ, എന്നാ പിന്നെ ഒരാളോട് പൈസ ചോദിക്കാൻ പറ്റുമോ, എന്നാ പിന്നെ ഡോക്ടറോട് എൻ്റെ കുട്ടിയെ രക്ഷിക്കണേന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത്. രോഗം തന്നത് അവനാണ്, റബ്ബാണ്, പരീക്ഷിക്കാനാണ്. രോഗം മാറ്റിത്തരണേ എന്ന് പറയേണ്ടത്, ആ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള പറച്ചിൽ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. മരുന്ന് കുടിക്കുക, ട്രീറ്റ്മെന്റ് നടത്തുക, ഡോക്ടറെ കാണുക, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണോ പൊയ്ക്കോ. പക്ഷേ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട്. കല്യാണം കഴിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലേ? മക്കളില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്താം, വേണ്ട മെഡിസിൻ കഴിക്കാം, കൗണ്ട് കൂട്ടാനുള്ള ആ മെഡിസിൻ കഴിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ മക്കളെ തരേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ആ റബ്ബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ കാലം കൊടുക്കാതിരുന്നപ്പോ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ കാലം കൊടുക്കാതിരുന്നപ്പോ, പ്രിയപ്പെട്ടവരെ, അവര് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ലോകത്തിന്റെ രക്ഷിതാവിനോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, നല്ലൊരു സന്താനത്തെ കൊണ്ട റബ്ബേ. അല്ലേ? ഇത് അല്ലാഹുവല്ലാത്തവരോട് പീരങ്കിയെടുത്ത് കൊണ്ടോട്ടിയിലെ ഉത്സവം കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? നേർച്ച കഴിഞ്ഞില്ലേ? പീരങ്കിയുമായി ആളുകൾ ഇങ്ങനെ ഓടുന്നു. ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? സമയമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ചേറ്റുവ നേർച്ച തൃശ്ശൂരിൽ കഴിഞ്ഞില്ലേ? യാഹൂത്തങ്ങളുടെ നേർച്ച തിരൂരിൽ കഴിഞ്ഞില്ലേ? ഭീമാ ഉമ്മാച്ചയുടെ നേർച്ച തിരുവനന്തപുരത്ത് കഴിഞ്ഞില്ലേ? കടുവാപ്പള്ളി നേർച്ച അതിന്റെ ഇപ്പുറം കഴിഞ്ഞില്ലേ? കുഞ്ഞിപ്പള്ളി നേർച്ച കണ്ണൂർ ജില്ലയിൽ നടന്നില്ലേ? അരട്ടക്കപ്പള്ളി നേർച്ച അപ്പുറത്ത് കഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആളുകൾ ഈ അർത്ഥത്തിൽ മക്കബറകളെ തേടി വരുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ വിട്ടിട്ട് ഈ കബറാളികളോട് സങ്കടം പറയുകയാണ്, ദുഃഖം പറയുകയാണ്, വിഷമം പറയുകയാണ്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് ചോദിക്കുകയാണ്. കബറാളികളോട് അരുത് എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് റബ്ബിനോട് ചോദിക്കേ, പോരാ, അവനോട് മാത്രം ചോദിക്കേ. അത് ദീനിന്റെ പ്രസ്താവനയാണ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രസ്താവനയാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് വേഗത്തിൽ പറയാട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്ത് വെച്ച് തുടങ്ങാൻ നമുക്ക്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോടെങ്ങാനും ദുആ ചെയ്തു പോയാൽ, ഇതിന്റെ ആമുഖം സലീം മൗലവിയുടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അവരോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ആരോട്? ആ ഹുമ്മിന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ കൊടുത്തു. അത് ഔലിയാക്കന്മാരോടാണെങ്കിലും പോരാ, അമ്പിയാക്കന്മാരോടാണെങ്കിലും പോരാ, മനുഷ്യനോടാണ്, ജിന്നിനോടാണ്, ആരോടുമാകട്ടെ, ആരോട് നിങ്ങൾ ദുആ ചെയ്താലും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. നല്ല ബുദ്ധി. ഒരുപാട് വലിയ ജീനിയസ് ആയിട്ടുള്ള ആളൊന്നും ആവശ്യമില്ല, ഭയങ്കര ബ്രൈറ്റ് ആണ് അവൻ എന്നൊന്നും ആവശ്യമില്ല ഇത് മനസ്സിലാകാൻ. അല്ലാഹു ഖുർആനിൽ വളരെ സിമ്പിളായിട്ട് പറയാണ്, നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അപ്പൊ കേൾക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ല 1400 ചില്ലാം വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബിയുടെ തിരുനാവിലൂടെ അള്ളാഹുവിന്റെ കലാമ് ലോകത്തെ കേൾപ്പിച്ചു. വലൗ സമിഉ, വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ കേൾക്കൂല. അറബി അറിയുന്ന ഉസ്താദുമാരോട് ചോദിച്ചു നോക്കി, ലവ് എന്നത് എന്തിനാ പ്രയോഗിക്കുന്നതെന്ന്. നടക്കാത്ത കാര്യമാണ്. പിന്നെ എന്തിനാ അല്ലാഹ് പറഞ്ഞത്? എന്നിട്ടെങ്കിലും മനുഷ്യന്റെ ബുദ്ധി ഉണരട്ടെ. എന്താ മനുഷ്യര് പറയുന്നത്? അവിടെ പോയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, ഇവിടെ പോയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ വാദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ഒരാളും കേൾക്കില്ല. അല്ലാഹ് പറയണത്, മുജാഹിദുകളല്ല പറയുന്നത്, ഏതെങ്കിലും മൗലവി എണീറ്റെന്ന് പറയല്ല, അള്ളയാണ് പറയുന്നത്. നമ്മുടെ അലമാരയിൽ വെച്ച ഖുർആനിലാണുള്ളത്, നമ്മുടെ പള്ളിയിൽ സൂക്ഷിച്ച കിതാബിൽ, അള്ളാന്റെ കിതാബിലാണ്, അള്ളാന്റെ കലാമിലാണുള്ളത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല, ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ, വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ
മസ്തജാബു ലക്കും, നിങ്ങൾക്കവർ ഉത്തരം തരില്ല. അള്ളയാണ് പറയുന്നത്. പോരാ, വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂൻ, അവർ നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഷിർക്കിനെ. അപ്പൊ ഈ പണി എന്താണ്? ഷിർക്കാണ്. ആരാ പറഞ്ഞത്? ഏതെങ്കിലും മൗലവി എണീറ്റെന്ന് പറയല്ല, ഏതെങ്കിലും ഒരു ഉസ്താദ് എണീറ്റെന്ന് പറയല്ല. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഇന്നും ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന റബ്ബ്, ഇത് പറയുമ്പോൾ ഹൃദയത്തിന്റെ നെയ്യത്തെന്ത് എന്നറിയുന്ന റബ്ബ് അല്ലേ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. ആ റബ്ബ് പറയണേ എന്ത്? നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ ഈ കാര്യം അവർ നിഷേധിക്കും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. എന്താ കാരണം? ജനസംഖ്യ ഇന്ന് ക്രൈസ്തവരാണ് ലോകത്തെ ഏറ്റവും പോപ്പുലേഷനിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ യേശു ക്രിസ്തുവിനെ, കന്യാമറിയമിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നു. ഈ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം, സുബ്ഹാനല്ലാഹ്, ക്രൈസ്തവരോട് നമുക്ക് ചോദിച്ചു നോക്ക്, ബൈബിളിൽ മറിയം എന്നൊരു അധ്യായം ഉണ്ടോ? ഇല്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഖുർആനിലെ 19-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ മറിയം. ആ മറിയമിലൂടെ അല്ലാത്ത സൂറത്തുകളിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നാം വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഈസാ നബിയിൽ. ആ ഈസാ നബി പറഞ്ഞത് ഇന്നും മാഞ്ഞു പോകാതെ ക്രൈസ്തവരുടെ വീടുകളിൽ സൂക്ഷിച്ച മലയാളത്തിൽ അവർ എഴുതി വച്ചിട്ടുള്ള ബൈബിളിൽ പറയുന്നു. ക്രൈസ്തവരെ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരോട് പറയാം, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയാം. ഈ ഏരിയയിൽ ഞാൻ ആ ഭാഗം പറയാനല്ല പറയുന്നത്. പിന്നെ എന്താ യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് ബൈബിലുള്ളത്? ഇസ്രായേലരെ കേൾപ്പാം, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ്, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അവനെ ആരാധിക്കണം. ബൈബിളിലുള്ളതാ. അതുകൊണ്ട് ഈസാ നബി പറയും അള്ളാഹിനോട്, അല്ലാഹ്, ഞാൻ നിന്നിലേക്ക് വിളിക്കാനല്ലേ റബ്ബേ എന്നെ നീ നിശ്ചയിച്ചത്, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ ആരാധിക്കാനോ ഈ അർത്ഥത്തിലുള്ള എന്നെ പ്രാർത്ഥിക്കാനോ പഠിപ്പിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ഈസാ നബിയെ ആരാധിച്ചവർക്കെതിരെ, പ്രിയപ്പെട്ടവരെ, വിളിച്ചു പ്രാർത്ഥിച്ചവർക്കെതിരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നാളെ റബ്ബിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗം നാളെ വരാനുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. പോരാ, ഇനി ശ്രദ്ധിച്ചോളി. ഖുർആനിൽ ഞാൻ കുറെ കട്ട് ചെയ്ത് പറയാട്ടോ എന്ന് പറഞ്ഞാൽ കുറെ പറയേണ്ട ഭാഗങ്ങളൊക്കെ തൽക്കാലം മാറ്റി നിർത്തി വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലാഹുവല്ലാത്ത ആളുകളോട് നടത്തുന്ന പ്രാർത്ഥന, ദുആ, റബ്ബേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത് പോലെ, ബദരീങ്ങളെ എന്നെ കാക്കണേ എന്ന് പറയുന്ന, മമ്പറന്തങ്ങളെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന, ഈ കബറിൽ കിടക്കുന്ന ഉപ്പാപ്പ എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണേ എന്ന് പറയുന്ന, വിവാഹം കഴിച്ചിട്ട് 20 കൊല്ലായി മക്കളില്ല, മക്കളെ തരണേ എന്ന് പറയുന്ന ഈ മനുഷ്യരെ കണ്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എല്ലാം, ഈ ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ എല്ലാം അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുൻകൂട്ടി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില ഭാഗങ്ങളുണ്ട്. അതെന്താണെന്നറിയുമോ? അല്ല ചില ഉപമകൾ പഠിപ്പിച്ചു തരുകയാണ്. കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. യാ അയ്യുഹന്നാസ്, അല്ല വിളിക്കുക, ഓ മനുഷ്യരെ. എത്ര ആർദ്രതയോടെ, എത്ര സ്നേഹത്തോടെ അള്ളാഹുവിന്റെ കാരുണ്യം മനുഷ്യരിൽ അള്ളാഹു വർഷിപ്പിച്ചുകൊണ്ടാണ് ആ വിളി. മനുഷ്യരെ, അള്ളാഹ്ക്കൊരു ഓർഡർ ഇട്ടാൽ മതി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതിനപ്പുറം ഒരാളെയും ആരാധിക്കരുത്, ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പിന്നെ ഉപമ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് മനുഷ്യനോട് ഇഷ്ടമുള്ള, അവന്റെ രക്ഷിതാവായ, അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അൽ ഖാലിഖായ റബ്ബ് മനുഷ്യരോട് പറയാണ് എന്ത്? യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസൽ, ഒരു ഉപമ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ടോ അല്ല പറയാ ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ചു കേൾക്കണേ ഉപമ. നോക്ക് നിങ്ങൾ, അല്ല പറയാ ഞാൻ നിങ്ങൾക്കൊരു ഉപമ വിവരിച്ചു തരാം, ഒരു ഉപമ പറഞ്ഞു തരാം. ഫസ്തമിഉ ലഹു, നിങ്ങൾ ആ ഉപമ ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പ്രദേശത്തുള്ള മനുഷ്യരെ, ഈ ഉപമ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ ഉപമ? കേട്ടോളൂ ട്ടോ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെയുള്ളവരെ നോക്കൂ, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന,
എന്താ അവിടെ പ്രയോഗിച്ച വാക്കെന്താ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിനോടല്ലാതെ മറ്റുള്ളവരോട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ ആരോടാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അവരാരും ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. ഇനി വിളിക്കുന്ന ഒരാളല്ല, രണ്ടാളല്ല, 100 1000 10,000 ലക്ഷമല്ല, കോടിക്കണക്കിന് ആളുകളെ ലോകാടിസ്ഥാനത്തിൽ മനുഷ്യർ ആരൊക്കെ വിളിക്കുന്നുണ്ടോ വലബിജ്തമഉ ലഹു, അവരെ മുഴുവനും കൂട്ടിക്കോ, അവരാരും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വഇയസ്ലുബുഹുമുദ്ദുബാബു ശൈഅ, അവരിൽ നിന്ന് ഈച്ച വല്ലതും അങ്ങ് അത് തട്ടിപ്പറിച്ചു പോയാൽ, ഒരു ഈച്ച അതിൻ്റെ കാലുകൊണ്ട് അതിൻ്റെ ആ ശരീരത്തിലെ ആ പ്രത്യേകമായ അവയവം ഉപയോഗിച്ചുകൊണ്ട് ഒരു ധാന്യമണി, അതല്ലെങ്കിൽ ഒരു ചെറിയ പഞ്ചസാര തരി, അതല്ലെങ്കിൽ ഒരു ഗോൾഡിന്റെ ചെറിയൊരു പോയിന്റ് അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് അങ്ങ് പറന്നുപോയാൽ, അല്ല പറയണേ, നിങ്ങൾ ആരെയൊക്കെ വിളിച്ചോ ആ മനുഷ്യരൊക്കെ ചിന്തിച്ചോ, നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചോ. അല്ല പറയണ എന്താ അറിയോ? ലാ യസ്തൻഖിദൂഹു മിൻഹു, അതിൽ നിന്ന് അതുപോലും രക്ഷപ്പെടുത്തി തരാൻ അവർക്ക് സാധിക്കുകയില്ല. ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും, അപേക്ഷിച്ചവനും അപേക്ഷിക്കപ്പെട്ടവനും, തേടിയവനും തേടപ്പെട്ടവനും അശക്തരാണ് ഈ വിഷയത്തിൽ. കണ്ടോ എത്ര ക്ലിയറായിട്ടാ പറയണത്, എത്ര ക്ലിയറായിട്ടാ പറയുന്നത്. അല്ല ഖുർആൻ ഇത് മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്താൻ അല്ല പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞുതരാം. അല്ല പറയണ്, അവരാരൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി അവരെന്നല്ല, നിങ്ങൾ വിളിക്കുന്നവരെന്നല്ല, ലോകത്താരൊക്കെ വിളിക്കണ്ടോ അവരെല്ലാവരും ചേർന്നോളൂ, അവരാരും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിക്കണ്ട. ഒരു ഈച്ച തൻ്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോകുന്ന ഒരു ചെറിയ അംശം, ഒരു മൈന്യൂട്ട് വശം അതങ്ങ് പറന്നുപോയാൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ പോലും ഇവർക്കാർക്കും കഴിയില്ല. ഇതെന്തിനാ അള്ളാഹു പറയുന്നത്? ഈ ഉപമ പറഞ്ഞപ്പോ അള്ളാഹ്ക്ക് പുറമെ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടാ പറഞ്ഞത്. ഇതെന്താ മുസ്ലിം ഉമ്മത്ത് ആലോചിക്കാത്തത്? എന്താ ചിന്തിക്കാത്തത്? മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറയാ, അടുത്തൊരു വാക്ക് കേട്ടോളൂ നിങ്ങൾ, ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്, യഥാർത്ഥ ദുആ അവനുള്ളതാണ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവന് പുറമെ എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് പുറമെ, അത് അള്ളാന്റെ സൃഷ്ടികളാണ് ലോകത്തെല്ലാം. അപ്പൊ റബ്ബിന് പുറമെ ആരോട് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അല്ല പറയാ അവരുടെ പ്രത്യേകത എന്താ? ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരു നിലക്കും അവർക്ക് ഉത്തരം അവർ കൊടുക്കുകയില്ല. നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുണ്ടോ ഒന്നിനും അവർ ഉത്തരം കൊടുക്കുകയില്ല. കേട്ടോ, അവരുടെ ഉപമ ഏതുപോലെയാണ്? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. ആദ്യം ഈച്ചന്റെ പറഞ്ഞു, ഇനി രണ്ടാമത്തെ ഉപമയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, നമ്മളാരും പറഞ്ഞതല്ല, അല്ല പറയാണ്. അവൻ വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ വെള്ളത്തിലേക്ക് കൈനീട്ടിയത്? ലിയബ്ലുഗ ഫാ, വായിൽ വെള്ളമെത്താനാണ് കൈനീട്ടിയത്. ഈ നാട്ടിലെ മനുഷ്യരെ, നമ്മളെ കിണറിൽ വെള്ളമുണ്ട്, വെള്ളം കോരാൻ ബക്കറ്റോ കയറോ ഇല്ല, മോട്ടോർ സംവിധാനം ഇല്ല. 10 മീറ്റർ താഴെ, 10 കോല് താഴെ, 20 കോല് താഴെ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ കിണറിന്റെ കരയിൽ പോയിട്ട് കിണറിലേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിയിട്ട് ലിയബ്ലുഗ ഫാ, വായിൽ വെള്ളമെത്താൻ വേണ്ടി കൈ നീട്ടിയവനെ പോലെ. എന്തിനാ നീട്ടിയത് കൈ? വായിൽ വെള്ളമെത്താനാ. ഇനി അല്ലാഹു ഉത്തരം പറയാ, വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. ഇത് ഞാൻ പറയില്ല, നമ്മളാരും പറയില്ല, അല്ല പറയാണ്. വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കൈ നീട്ടിയിട്ട് വെള്ളം വായിലെത്താൻ കൊതിച്ചവനെ പോലെ അല്ല പറയാ, അവന്റെ വായിൽ ആ കൈ നീട്ടിയത് കൊണ്ട് വെള്ളമെത്തുകയില്ല. ഇനി ആയത്താൽ അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സത്യത്തെ നിഷേധിച്ചവരുടെ പ്രാർത്ഥന
ഇതുപോലെയാണ്, വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പൊ ഇതെന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഈ ഉപമ എന്തിനെ കുറിച്ച്? തുടക്കമല്ല അങ്ങനെ പറഞ്ഞു. ശരി, ശ്രദ്ധിച്ചു കേട്ടില്ല നിങ്ങൾ? ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അവനുള്ളതാണ്, അല്ലാഹുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ഉള്ളവരോട് ദുആ ചെയ്യുന്നവർ കേട്ടോ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഒരു നിലക്ക് ഉത്തരം കിട്ടാത്ത ആളുകളോട്. എന്നിട്ട് അള്ളാഹ് ഉപമിച്ചത് എന്താണ്? വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെ. ഈ നിലത്ത്, ഞാനിപ്പോൾ കുറച്ച് ഉയരത്തിലാണ്, ശരി, ആ നിലത്തൊരു ബക്കറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ബക്കറ്റിലേക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൈ നീട്ടിയിട്ട് വെള്ളം എൻ്റെ വായിലെത്താൻ ആഗ്രഹിച്ചാൽ എത്തുമോ? ഇത് അള്ള ചോദിക്കുക. അവിടുത്തെ ബക്കറ്റും ഇതിന്റെ ഉയരൊന്നും അള്ള പറഞ്ഞിട്ടില്ല. അള്ളങ്ങനെ കൃത്യമായി മനുഷ്യന്റെ മനസ്സുകളോട്, മനുഷ്യന്റെ ഹൃദയത്തോട്, മനുഷ്യന്റെ ചിന്തയോട്, മനുഷ്യന്റെ ആലോചനയോട്, അവന്റെ ആലോചനകളെ തട്ടിയുണർത്താൻ, അവന്റെ ചിന്തയെ തട്ടിയുണർത്താൻ, മനുഷ്യ നീ നരകത്തിന്റെ ആടിയിലേക്ക് പെട്ടുപോകരുത് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ, സ്വർഗത്തിന്റെ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന്റെ അവകാശിയായി നീ മാറണമെന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ വഹ്ദാനിയത്ത് അവന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ അള്ളാഹു നൽകുന്ന ഉപമയാണിത്. ആ ഉപമയെ ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പൊ 2 ഉപമ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. ഇനി അടുത്ത ആയത്ത് കേട്ടോളൂ കേട്ടോ. വമൻ അളല്ലു, ഏറ്റവും വലിയ വഴിപിടച്ചു പോയവൻ ആരുണ്ട്? ശ്രദ്ധിച്ചു കേട്ടോ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴിപിടച്ചവൻ ആരുണ്ട്? ഇതൊക്കെ ഖുർആൻ ചോദിച്ച ചോദ്യ. ഇതിന്റെ അർത്ഥം ഇവിടുത്തെ സുന്നികളായ സലഫികൾ വെച്ചാലും സമസ്തക്കാർ വെച്ചാലും തബ്ലീഗുകൾ വെച്ചാലും ഒക്കെ ഒരു അർത്ഥമല്ലേ? ഓരോരുത്തർക്കും ഓരോ അർത്ഥം ഉണ്ടോ? അള്ളയാണ് ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ വഴിപിടച്ചവൻ ആരുണ്ട്? എന്നിട്ടോ ആരോടാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഖബറിൽ കിടക്കുന്ന ആളോട്? ജീവിച്ചിരിക്കുന്ന ആളാകട്ടെ, മരിച്ചവരാകട്ടെ, അപ്പുറത്തുള്ള ആളാകട്ടെ, അടുത്തുള്ള ആളാകട്ടെ, ദൂരമുള്ള ആളാവട്ടെ, ആരോട് നിങ്ങൾ ദുആ ചെയ്താലും ദുആ കേൾക്കൂല എന്ന് ആദ്യം പറഞ്ഞു. ശരി, ഇനി അല്ലാഹ് ഈ ആയത്തിൽ പറയാട്ടോ, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ നടത്തുന്ന ദുആഇനെ കുറിച്ച് അവർ അശ്രദ്ധരാണ്, അവർക്കിത് അറിയില്ല. ഇങ്ങനെ തുടരണല്ല. നാളെ ഇവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. ഇവർ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നും അവർക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളാണ് അവർ. അല്ലാഹ് പറയണല്ലോ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നാള് എന്ന് പോലും അറിയാത്തവരാണ് ആ ഖബറിൽ കിടക്കുന്നവർ, അല്ലേ? ഈ പ്രദേശത്തിന്റെ പരിസരത്ത് ദ്വീപെന്ന് വന്ന് ഇവിടെ നിന്ന് ഒരു തങ്ങളായി അറിയപ്പെടുന്ന ആള് മരണപ്പെട്ടപ്പോ പതുക്കെ അതുമായി ബന്ധപ്പെട്ട് ഖബറൊക്കെ ഉയർന്ന് അതുമായി ബന്ധപ്പെട്ട് ഉറൂസൊക്കെ ഇങ്ങനെ പതുക്കെ ആരംഭം കുറിച്ച മുസ്ലിം ഉമ്മത്തെ ആലോചിച്ചോ? നിങ്ങൾ ആലോചിച്ചോ? എന്തായിരിക്കും അതിന്റെ നാളെ വരാനിരിക്കുന്ന പരിണിത ഫലം? എന്തായിരിക്കും? ഇന്നത് ദ്വീപെന്ന് വന്ന ഒരാളാണ്, ഇവിടെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഈ തലമുറക്കറിയും. ഇനി അടുത്ത തലമുറ ഇപ്പൊ പറയാം, അയാൾ വലിയൊരു മഹാനായിരുന്നു, ആയിക്കോട്ടെ, അയാൾ നല്ലൊരു തങ്ങളായിരുന്നു, ആയിക്കോട്ടെ, പ്രശ്നമില്ല. അതുകൊണ്ട് ആ ഖബറൊന്ന് അടയാളപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. ശരി, ഇതൊക്കെ തുടങ്ങിയവർ അങ്ങനെ വിചാരിക്കും. നാളെ ഇനി വരാൻ പോകുന്നത് ആ ഖബറിനെ തൊട്ടുമുത്തൽ തുടങ്ങുകയാണ്, ആ ഖബറിനെ തൊട്ട് വണങ്ങുകയാണ്. അവസാനം ആ ഖബറാളിയോട് തന്നെ സങ്കടം പറയുകയാണ്, വിഷമം പറയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ഏതാനും 10 ദിവസം മുമ്പ് ദ്വീപിലായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അഗത്തി ദ്വീപിലും കടമത്ത് ദ്വീപിലും കിൽത്താൻ ദ്വീപിലും ഞങ്ങൾ ഇതേ വിഷയം നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘമാകുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച നിർഭയത്വം തൗഹീദിലൂടെ അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിന്റെ ഭാഗമായി അഗത്തി മണ്ണിലും കടമത്തിന്റെ ദ്വീപിലും കിൽത്താനിന്റെ ദ്വീപിലും കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞങ്ങൾ 2-3 പേർ പോയി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വലിയ ആൾക്കൂട്ടങ്ങളില്ലെങ്കിലും ആ ദ്വീപിന്റെ മക്കളോട് തൗഹീദ് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇതാ ഈ ദ്വീപിൽ കിടക്കുന്ന ഈ ഖബർ നിങ്ങൾ ശ്രദ്ധിച്ചോ, കെട്ടിപ്പൊക്കിയ ജാറമാണ്. അതിനുള്ളിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ കൈയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്ത്? ഒരു മനുഷ്യന്റെ കൈയുണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടില്ല, ഒരു മനുഷ്യന്റെ കൈയുണ്ട്. അതുകൊണ്ട്
ഇനിയിപ്പോ എന്താ സംഭവിക്കണം? അവിടെ ആ ജാറത്തിന്റെ അടുത്ത് പോയിട്ട് ആരതിന്റെ ഉള്ളിലുള്ളത്? ദീപത്താളുകൾ എന്ന് പറയുന്നു. പൂർണ്ണമായൊരു മനുഷ്യനില്ല, ഒരു ഔലിയന്റെ കൈയുണ്ട്. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇനി എന്താ ചെയ്യുന്നത്? ഈ ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. ഈ കൈ ഔലിയയുടെ അടുത്ത് വന്ന്, ജാറത്തിന്റെ അടുത്ത് വന്ന് സങ്കടം പറയുകയാണ്. ഞങ്ങൾ ഇന്ന ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോവുകയാണ്. കടല് കോലിളക്കമുണ്ട്, അതുകൊണ്ട് സുഖമായി ഞങ്ങൾ അടുത്ത ദ്വീപിലെത്തിക്കണം. പിന്നെ അള്ളാഹുവിന് എന്തു വിലയാണ്? ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, തളർച്ചയില്ലാത്ത, പാസ്റ്റ് ഇല്ലാത്ത, പ്രസന്റ് ഇല്ലാത്ത, ഫ്യൂച്ചർ ഇല്ലാത്ത, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്, മുസ്ലിം ഉമ്മത്തെ, ഞാനും നിങ്ങളും എന്ത് വിലയാണ് കാണുന്നത്? എന്ത് വഖാറത്താണ് കാണുന്നത്? എന്ത് ഗംഭീര്യമാണ് റബ്ബിന് കാണുന്നത്? എല്ലാം കേൾക്കുന്ന റബ്ബ്, എല്ലാം കാണുന്ന റബ്ബ്. അതെ, ഏത് ലോകത്തിന്റെ ഏത് ദിക്കിൽ വെച്ച് വിളിച്ചാലും എല്ലാവരുടെയും ഭാഷയും എല്ലാവരുടെ ഹൃദയവും അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെ വിട്ടിട്ട് ഏതോ ഒരു മനുഷ്യന്റെ കൈ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്, അപകടമില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ മുസ്ലിമേ, എന്ത് തൗഹീദാ നമുക്ക് മനസ്സിലായത്? ഇത് ഞങ്ങൾ ഇവിടെ ചോദിച്ചതല്ല. അതേ ദ്വീപിന്റെ മണ്ണിൽ ആ കൈ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഖബറിന്റെ വെളിപ്പാടകലെ നിന്നുകൊണ്ട് ചോദിച്ചു ദ്വീപിലെ മനുഷ്യരോട്. നല്ലവരാണവർ, ചിന്തിക്കുന്നവരാണവർ. ആ ദ്വീപിൽ പ്രിയപ്പെട്ടവരെ, 2-3 വർഷം മുമ്പ് ഒരു സലഫി പള്ളി ഉണ്ടായിരുന്നില്ല. ആ കിൽത്താനിന്റെ മണ്ണിൽ ഞങ്ങൾ ചെന്ന് സംസാരിക്കുമ്പോ ഇതുപോലെ ആൾക്കൂട്ടങ്ങളില്ല. ഒറ്റപ്പെട്ട ആളുടെ വിളി കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അങ്ങനെ അവിടെ പള്ളിക്ക് തറക്കല്ലിട്ടു, പള്ളി അവിടെ ആരംഭം കുറിച്ചു, ജുമുഅ തുടങ്ങി. അത് മനോഹരമായി ഇന്ന് റബ്ബിന്റെ ഭവനം അവിടെ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മനുഷ്യർ നല്ലവരാണ്, ചിന്തിക്കുന്നവരാണ്. ഞാൻ ഈ നാട്ടിലെ മനുഷ്യരോട് ചോദിക്കുകയാണ്, ഇത് ശരിയാണോ തെറ്റാണോ? ഈ ഏർപ്പാട് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഈ തുടക്കം കുറിച്ചു വെച്ച ഈ പരിസരത്ത് ദ്വീപിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുന്ന തങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ച ഖബർ കെട്ടിപ്പൊക്കൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ സമയം അനുവദിക്കുമെങ്കിൽ ഞാനത് പറയും. ഇപ്പൊ ഞാൻ അവസാനം ഓതി വെച്ച ആയത്ത് എന്താണ്? അല്ലാഹുവല്ലാത്തവരോട് ലോകം അവസാനിക്കുന്നത് വരെ ഉത്തരം തരാത്ത റബ്ബല്ലാത്ത, റബ്ബിന് പുറമെയുള്ളവരോട് ദുആ നടത്തുന്നവനേക്കാൾ വഴിപിടച്ച് പോയവൻ ആരുണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് മുസ്ലിം ഉമ്മത്ത് എന്തു മറുപടി പറയും? എന്താ മറുപടി പറയാ? ഈ ഖബറിൽ കിടക്കുന്ന ആക്കറിയും, ഈ ഖബറിൽ കിടക്കുന്ന ആക്ക് ഞങ്ങളുടെ വിഷമം അറിയും. അതേ, ജീവിച്ചിരിക്കുന്ന ഈ മഹാന് പോയ മാല എവിടെയെന്നറിയും. അല്ലേ, ജാറത്തിന്റെ മുമ്പിൽ വെച്ച പെട്ടി റമദാനിന്റെ മാസത്തിൽ അവസാന സമയത്ത്, ഇനി സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക, അതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല, ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ജാറത്തിന്റെ മുമ്പിൽ വെച്ച പെട്ടി, അതിലേക്ക് ധാരാളം ആളുകൾ കളഞ്ഞുപോയത് തിരിച്ചു കിട്ടാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ജീവിതത്തിന്റെ ആഗ്രഹ സഫലീകരണം നടക്കാൻ ആ പെട്ടിയിലേക്ക് 100ഉം 200ഉം 500ഉമായി നിക്ഷേപിച്ചത് വലിയൊരു സംഖ്യ. കള്ളന പെട്ടി അടക്കം ഊരിക്കൊണ്ടുപോയപ്പോ ആ കമ്മിറ്റി അംഗങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നാട്ടുകാരന്റെ മാല പോയാൽ ഈ പെട്ടിയിലേക്ക് 500 ഇട്ടാൽ നിന്റെ മാല 10 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറയുന്നവർ അല്ലേ, എന്താ ചെയ്യേണ്ടത്? കമ്മിറ്റിയുടെ ആ അധീനതയിലുള്ള ഈ പെട്ടി മുടിക്കപ്പോയപ്പോ, അതിന്റെ കുറ്റിയടക്കം ഊരിക്കൊണ്ടുപോയപ്പോ വേറെ ഒരു കമ്പി സ്ഥാപിച്ചു, വേറൊരു പെട്ടി വെച്ചിട്ട് കമ്മിറ്റിയുടെ വക 1000 ഇട്ട് 10 ദിവസം കാത്തിരുന്നോ? കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ല. പോലീസിൽ പരാതി കൊടുത്തു, പത്രത്തിൽ വാർത്ത വന്നില്ലേ? ഞങ്ങൾക്ക് വലിയൊരു സംഖ്യ നഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് തൊണ്ടി സഹിതം പിടികൂടി തരണം. പത്രത്തിൽ വാർത്ത വന്നില്ലേ? ആ ജാറത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ പരാതി കൊടുത്തു പോലീസിൽ, വലിയ സംഖ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തൊണ്ടി സഹിതം പിടികൂടി തരണം. ആര് പിടികൂടി കൊടുക്കണം? CCTV ഒക്കെ നോക്കി പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കള്ളനെ കണ്ടെത്തി കൊടുക്കണം. നാട്ടുകാരത് പോയാലോ ഇതിൽ 500 ഇട്ടാല് കിട്ടും. ചിന്തിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? ഇത് ഏത് ദീനാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇതിലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധി ഉണരുന്നുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറച്ചിയിൽ വിഷം കലർത്തി കൊടുത്തിട്ട് പോലും നബിക്ക് അറിഞ്ഞിട്ടില്ല. അതിലും വലിയൊരു തങ്ങൾ ലോകത്ത് വരുമോ? നമ്മുടെ നബി, നമ്മുടെ നേതാവ്, നമ്മുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കാരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, മാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ജേഷ്ഠനേക്കാൾ, അനുജനേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സർവ്വതിനേക്കാൾ ഞാനും നിങ്ങളും മനസ്സോടും ഹൃദയത്തോടും ചേർത്ത് വെക്കുന്ന നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മുത്തുനബിയുടെ മുന്നിലേക്ക് ജൂത പെണ്ണ് അടുക്കളയിൽ ഇറച്ചിക്കുള്ളിൽ വിഷം കലർത്തി ഒരു പ്ലേറ്റ് ഇറച്ചി അങ്ങ് കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഞങ്ങളെ ചതിക്കാൻ നോക്കണ്ട, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഇറച്ചിയിൽ വിഷം കലർത്തി തന്നിരിക്കുകയാണല്ലേ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബി ആ പ്ലേറ്റിൽ നിന്ന് ഇറച്ചിയെടുത്ത് വായിലിട്ട് ചവച്ച് വയറ്റിലേക്ക് ഇറക്കി. നിഷേധിക്കുമോ ഏതെങ്കിലും മുസ്ലിങ്ങൾ? ഇങ്ങനെ ഒരു സംഭവം ദീനിലോ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടില്ല എന്നാരെങ്കിലും പറയോ? ആരും പറയില്ല. അള്ളാന്റെ റസൂൽ അതിൽ നിന്ന് ഇറച്ചി കഷ്ണമെടുത്ത് വായിലിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ള നിശ്ചയിച്ചു അങ്ങോട്ട്, എന്നിട്ട് പറഞ്ഞു തുപ്പിക്കളയാൻ. അള്ളാന്റെ റസൂല് തുപ്പി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് 63-ാമത്തെ വയസ്സിൽ ലോകത്തുനിന്ന് വഫാത്താകുമ്പോൾ വരെ പറഞ്ഞു, അന്ന് തന്ന ആ ഇറച്ചിയിൽ വിഷം കലർത്തി തന്നതിൻ്റെ ഒരു ചെറിയ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹാബിയോ, കൂടെ പോയ സഹാബിയോ പിടഞ്ഞു മരിച്ചു. ഇതുണ്ടോ ഇല്ലേ? നിങ്ങൾ ചിന്തിക്ക്, എന്നെ കേൾക്കുന്ന ആളുകൾ നിഷ്പക്ഷമായി ആലോചിക്ക്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉസ്താദുമാരോടോ പണ്ഡിതന്മാരോടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോട് ചോദിച്ചു നോക്കി, ഉണ്ടോ ഇല്ലേന്ന്. അള്ളാന്റെ റസൂലിന് മുമ്പിൽ, കുറെ ദൂരമൊന്നുമല്ല, മുന്നിൽ വെച്ച പ്ലേറ്റിൽ അള്ളാന്റെ റസൂലിന്റെ കൈ തട്ടുന്ന ഇറച്ചിയിൽ വിഷണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്തേ? അള്ളാന്റെ റസൂല് നമ്മളെ പോലെ സാധാരണ മനുഷ്യനായതുകൊണ്ടാണോ? അല്ല, നമ്മളെ പോലെ സാധാരണ മനുഷ്യനല്ല നബി, ഒരിക്കലും അല്ല. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ആര് പറയലില്ല. റസൂലുള്ളാഹിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് നമ്മുടെ മുത്തു നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വർഗത്തിന്റെ ഏത് വാതിലിലും മുട്ടി വിളിക്കാൻ, ആദ്യം വിളിക്കാൻ സമ്മതം കൊടുത്തിരിക്കുന്നു അല്ലാഹു തആല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പരലോകമെന്ന് പറയുന്ന റബ്ബിന്റെ കോടതിയിൽ നെരിയാണി വരെ, മുട്ടുകാല് വരെ, ഊര വരെ, നെഞ്ചിടം വരെ, കടുത്തു വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരായി, കൂട്ടം കൂട്ടമായി ഓരോ നബിമാരുടെ അടുക്കലേക്ക് ആളുകൾ വന്ന് പറയുമ്പോ, എല്ലാവരും ഒഴിഞ്ഞു മാറുമ്പോ നേതാവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വീണ് അല്ല പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ. അല്ല വിളിക്കുക, ഓ മുഹമ്മദേ. നമ്മുടെ നേതാവിനെ വിളിക്കുകയാണ് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇർഫഅ റഅസക്, തലയുയർത്തൂ നബിയെ, തലയുയർത്തൂ മുഹമ്മദേ. അല്ലാഹ് അങ്ങനെ വിളിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്നിട്ട് പറയൂ എന്താ വേണ്ടത്. അങ്ങനെ ഒരു കുബ്രയായ ശഫാഅത്ത് നാളെ നടക്കുകയാണ്. ഒരുപാട് വലിയ അംഗീകാരം കൊടുക്കുകയാണ് അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയൊരു തങ്ങള് കൊണ്ടോട്ടിയിലുണ്ടോ, മുതവല്ലൂരിലുണ്ടോ, ഈ കേരളത്തിലുണ്ടോ, ലോകത്തുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടോ? ഒരിക്കലുമില്ല. ഇനി ഉണ്ടാകുമോ? പാസ്റ്റിലില്ല, പ്രസന്റിലില്ല, ഫ്യൂച്ചറിലും ഉണ്ടാവില്ല. എന്നിട്ട് ആ മുത്തുനബിയുടെ കയ്യിൽ തട്ടിയ ഇറച്ചിയിൽ വിഷണ്ടോന്ന് നബിക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കുമോ? ഉറുമ്പ് ഇങ്ങനെ വരിവരിക്ക് പോകുന്ന സ്ഥലത്ത് സഹാബികൾ അറിയാതെ തീയിട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ക്രോധിച്ചു അവരോട്. നിങ്ങൾ ഉറുമ്പ് പോണ വഴിയിൽ തീയിട്, ശല്യം ഉണ്ടാക്കിയേ, ആ ഉറുമ്പുകൾക്ക് പ്രശ്നമാവില്ലേ, കെടുത്തത് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മകുടോദാഹരണമാണ് നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ആ റസൂൽ സഹാബി ഇറച്ചി തിന്നുമ്പോൾ, ചവക്കുമ്പോൾ അത് വയറ്റിക്കിറക്കണവരെ ആ സഹാബി പെടഞ്ഞ് ആ അപകടത്തിലാകുന്നത് വരെ മുണ്ടാതിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു. എന്നാ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയും. എന്നിട്ട് ഇങ്ങനെ അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, ഇപ്പുറത്ത് പോയാൽ മതി. ഇസ്ലാമിൻ്റെ വിശ്വാസം എന്താ അറിയോ? ഒരു ജ്യോത്സ്യനെ, കൈനോട്ടക്കാരൻ, ഒരു സാഹിറിനെ, ഒരു കാഹിനിനെ, ഒരു കൈനോട്ടക്കാരനെ, ഒരു ജ്യോത്സ്യനെ, ഒരു സിദ്ധനെ സമീപിച്ചിട്ട് ഒരു കാര്യത്തെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു. അയാൾ പറയുന്നത് ശരിയാണ്, സത്യപ്പെടുത്തിയാൽ കഫറ, സത്യനിഷേധിയായി മാറി.
എന്തില്? മാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ വിശ്വാസമില്ലാത്ത ആളായി മാറി എന്ന് പഠിപ്പിച്ച ദീനാണ് അള്ളാഹുവിൻ്റെ ദീന്. ആ ദീനിനെ നമ്മൾ കളങ്കപ്പെടുത്തരുത് കൂട്ടരെ, മുസ്ലിങ്ങളെ. ആ ദീനിനെ നമ്മൾ മായം ചേർക്കരുത്, അതിൽ ചെരക്കല്ല് വാരിയിടരുത്, പൊടി വാരിയിടരുത്, മണ്ണെണ്ണൊഴിക്കരുത്. അപകടമാണത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ ഒരു കാര്യം അറിയില്ല. അറിയോ? ത്വായിഫിന്റെ മണ്ണിലേക്ക് പോയാൽ എന്നെ എറിഞ്ഞ് ആട്ടി ഓടിക്കാൻ കുട്ടികളെ കല്ലും കയറും വടിയും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും പോയതാ? നാടകം കളിച്ചതാ ആണോ? ചിന്തിക്കുന്നുണ്ട് നിങ്ങള്? തായിഫിലേക്ക് ഞാൻ പോയാൽ അവിടുത്തെ കുട്ടികളൊക്കെ കല്ലെടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്, കയറെടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ എന്നെ എറിയും, ആട്ടി ഓടിക്കും, ഒരു രക്ഷയില്ല, ഞാൻ തിരിച്ചോടേണ്ടി വരും. അറിഞ്ഞിട്ട് പോയതാ? നല്ല പ്രതീക്ഷയിലാ റസൂല് പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ആ നാട്ടിൽ നിന്ന് എറിഞ്ഞാട്ടി ഓടിച്ചു. ഓടിക്കെതച്ചല് മലയുടെ ചെരുവിലിരുന്നു. മലകളുടെ ഡ്യൂട്ടിയുള്ള ആ മലക്ക് വന്നിട്ട് ചോദിച്ചു, ഈ അള്ളാഹുവിന് അനുവാദമുണ്ട് ഈ മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ത്വായിഫിന്റെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ? അള്ളാഹുവിന്റെ അനുവാദമുണ്ട് മുത്തുനബിയോട്. ഈ മലകളുടെ ഡ്യൂട്ടിയുള്ള മലക്ക പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുകമ്പയുടെ നബിയാണ്, ആർദ്രതയുടെ നബിയാണ്, അല്ലേ? ഡെൻമാർക്കിന്റെ മണ്ണിൽ നിന്ന് പൊട്ടാനിരിക്കുന്ന ബോംബിന്റെ കാർട്ടൂൺ ചിത്രം വരച്ച് തലപ്പാവാക്കി മുത്തുനബിയെ ഒരു ടെററിസ്റ്റിന്റെ ആളാക്കി, ഒരു ടെററിസം ലോകത്ത് പഠിപ്പിച്ചവനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഡെൻമാർക്കിന്റെ മണ്ണിലാളുകളോട് നമ്മൾ പറഞ്ഞു, അന്നത്തെ കാലത്ത് പറ്റാവുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞു, മലയാളികൾ ഇവിടെ പറഞ്ഞു, ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞു, അതേ ഹിന്ദിയിൽ അവിടെ പറഞ്ഞു, തമിഴിൽ ഇവിടെ പറഞ്ഞു, പറ്റാവുന്ന ഭാഷകളിലൊക്കെ പറഞ്ഞു. ആ പ്രവാചകനെ നിങ്ങൾ അറിയണേ. ഡെൻമാർക്കിന്റെ മനുഷ്യരോട് മെസ്സേജ് കൊടുത്തു പലരും. ആ മുത്തുനബിയെ നിങ്ങൾ വക്രീകരിക്കരുത്. എന്താ? മുത്തുനബിയുടെ തലയുടെ മേൽ ഒരു പൊട്ടാനിരിക്കുന്ന ബോംബിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇതൊരു വലിയ ലോകത്ത് ഏറ്റവും വലിയ ടെററിസം, തീവ്രവാദം പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്ന് ചിത്രീകരിച്ച കാർട്ടൂൺ വരച്ച ഡെൻമാർക്ക്. ചിന്തിച്ചിട്ടുണ്ട് അവിടെ പലരും മനുഷ്യരും. നിങ്ങൾ പഠിച്ചോക്ക് ഡെൻമാർക്കിനെ കുറിച്ച്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്ര ആർദ്രതയുള്ള, അനുകമ്പയുള്ള, അലിവുള്ള മഹാനായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും തർക്കമില്ലല്ലോ. ആ നബിക്ക് മനസ്സിലായിട്ടില്ല കൂട്ടരെ, ആ നബിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് നിങ്ങളെ കൊണ്ടോട്ടിക്കപ്പുറം അടുത്തല്ലേ അരീക്കോട് CM മടവൂര് ഷെയ്ഖ് വന്നപ്പോ ഉസ്താദുമാര് പ്രസംഗിക്കണതാ. നിങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയം ഉണ്ടോ? നിങ്ങൾ സംഘാടകരോട് ഈ പരിപാടി കഴിഞ്ഞിട്ടോ നാളെ മറ്റന്നാളെ ഇനി എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളി, അത് എവിടെ ഉള്ളത്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിലുള്ള എന്താണെന്നറിയോ? ഈ വിളിപ്പാടകല അരീക്കോട് ആര് വന്നു? CM മടവൂർ ഷെയ്ഖ് വന്നു. CM എന്ന് പറഞ്ഞാൽ ചിത്തടി മിത്തൽ അദ്ദേഹത്തിന്റെ വീട്ടുപേര്, അതിന്റെ ഷോർട്ടായിട്ട് വിളിക്കുക CM മടവൂർ. അദ്ദേഹം വന്നിട്ട് അവിടെ വന്നപ്പോൾ അവിടുത്തെ ഇവിടെ നല്ലൊരു അറിയപ്പെട്ട ഒരു വലിയ ആള് വന്നാൽ ഈ നാട്ടിലൊരാൾക്ക് അയാളെ വീട്ടിൽ കൊണ്ടുപോകണം, ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. CM അരീക്കോട് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ആ നാട്ടിലെ CMന് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം CMന്റെ കൂടെ വന്ന ആളുകളെ ക്ഷണിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്നു. CM ഭക്ഷണത്തിന്റെ കഴിക്കാൻ വേണ്ടി മേശക്ക് ചുറ്റും അവരിരുന്നപ്പോ CM ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ആരും കഴിക്കരുത് ഈ ഇറച്ചി. ആള് കുടുംബം ആകെ വിഷമത്തിലായി. ഇത് തിന്നാൻ പറ്റാത്ത ഇറച്ചിയാണ്. എല്ലാവർക്കും വിഷമായി. CMന് ആദരവോടുകൂടി, ആദിത്യ സൽക്കാരത്തോടുകൂടി നല്ല ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് വരട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. CM പറയാണ് ഇറച്ചി ആരും തൊടരുത്, തിന്നരുത്. അപ്പോൾ കൂടുള്ള ആൾ ചോദിച്ചു എന്താ പ്രശ്നം? CM പറഞ്ഞു കാഫിറാണ് അറുത്തത്, തിന്നരുത്. എങ്ങനെ മനസ്സിലായത്? ഇറച്ചിക്ക് നോക്കിയിട്ട് പറഞ്ഞു. അള്ളാന്റെ റസൂലോ തിന്നാൻ പോണ ഇറച്ചിയിൽ വിഷം കലർത്തിയിട്ട് സ്വഹാബി തിന്ന് മരിച്ചിട്ട് അറിഞ്ഞില്ല. മനസ്സിലായോ? അള്ളാന്റെ റസൂല് കൈ തട്ടിയ ഇറച്ചിയിൽ വിഷം ഉണ്ടെന്ന് അറിഞ്ഞില്ല. CM പ്ലേറ്റ് നോക്കിയിട്ട് പറഞ്ഞു ആരും തിന്നരുത്, ഇത് കാഫിർ അറുത്തതാണ്. അപ്പൊ വീട്ടുകാർക്ക് സങ്കടമായി. ഉസ്താദിന്റെ പ്രസംഗം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഉടനെ അരീക്കോട്ടിലേക്ക് ആളെ അയച്ചു. ഇറച്ചി വാങ്ങുന്ന കടയിലേക്ക് ചെന്നു. നിങ്ങളെ പോത്തിന് ആരാ അറുത്തതെന്ന് ചോദിച്ചു. അപ്പൊ കടക്കാരൻ പറഞ്ഞു സാധാരണ സമസ്ത പള്ളിയിലെ മൊല്ലാക്കിയാണ് അറുക്കാറുള്ളത്. അയാൾ നാട്ടിൽ പോയതുകൊണ്ട് മുജാഹിദ് പള്ളിയിലത്തെ മൗലവിയാണ് അറുത്തത്. കറക്റ്റ്, കണ്ടോ? ഇറച്ചി നോക്കി പറഞ്ഞു അറുത്തത് കാഫിറാണ്. ഇങ്ങനൊരു നുണക്കഥ
ഒരു ഉസ്താദ് പബ്ലിക്കിന്റെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ നിഷേധിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അങ്ങനെ സംഭവം ഇല്ല തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമീപിച്ചോണ്ടി സംഘാടകരെ. ആ പ്രസംഗം ഒന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തരും. പ്രിയപ്പെട്ടവരെ, ഈ കഥ പറയുന്നത് വഴി എന്താണ് സമൂഹത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് അകന്ന് CM വലിയ മഹാനായിരുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി CM തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് പാട്ടിറങ്ങിയപ്പോൾ വരെ എത്ര അങ്ങാടിയിൽ കേട്ടുവോ തെറ്റാണെന്നാണ് പ്രസംഗിക്കണ ഉസ്താദുമാരെ. നിങ്ങൾ കേട്ടോ, CMനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അള്ളാഹ് തന്നെയാണ് CM എന്ന് പറഞ്ഞ് പാട്ടുപാടിയിട്ട് എത്ര പള്ളിയിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ ഒരു 30-40 മീറ്റർ അപ്പുറത്തല്ലേ ഈ പള്ളിയിൽ തിരുത്തിക്കൊടുത്തോ, അപ്പുറത്തെ പള്ളി തിരുത്തിക്കൊടുത്തോ, അപ്പുറമുള്ള പള്ളിയിൽ തിരുത്തിക്കൊടുത്തോ. CMനെ കുറിച്ച് അല്ലാഹ് എന്ന പാട്ടിറങ്ങിയിട്ടുണ്ട്, അരുത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞവരുണ്ടാവാം. പക്ഷേ ഒരു വലിയ കാര്യമല്ലേ അത്? വലിയ സംഭവമാക്കി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടതല്ലേ? ഒരു ജാഗ്രത ഉണ്ടായോ? എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത മദ്ഹ്? അവർക്ക് പലതും അറിയാം, പലതും കേൾക്കാൻ പറ്റും. CM ഖബറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മലന്ന് കിടക്കുക. ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിന്, ആ പ്രസംഗിച്ച ഉസ്താദിനും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, CM ഖബറിൽ മലന്ന് കിടക്കുകയാണ്. എന്നിട്ട് പറക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ കാണുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഒരു ഫ്ലൈറ്റ് അപകടത്തിലാകാൻ നേരത്ത് CM ചെന്ന് ഫ്ലൈറ്റിന്റെ മുൻവശം ഇങ്ങനെ കൈകൊണ്ട് താങ്ങിക്കൊടുത്തു. ട്രെയിന് പോകുന്നത് CM കാണുന്നു. ട്രെയിനുകൾ കൂട്ടിമുട്ടാതെ CM ഖബറിൽ വെച്ച് നിയന്ത്രിക്കുന്നു. റോഡിന്റെ തിരക്ക് CM കാണുന്നു, എല്ലാം CM നിയന്ത്രിക്കുന്നു. ഇത് ഉസ്താദുമാരുടെ പ്രസംഗ. മരിച്ചുപോയ CM ജീവിച്ചിരുന്ന കയ്യോ? നാട്ടിൽ നമ്മളെപ്പോലെ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ നടക്കുമോ? ജീവിച്ചിരുന്നാൽ നടക്കുമോ? ആ CM ഖബറിൽ വെച്ച് എല്ലാം കാണുക, എന്നിട്ട് എല്ലാം നിയന്ത്രിക്കുക. ഇത് പറ്റുമോ സുഹൃത്തുക്കളെ? എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? ആളുകൾ ഈ ഖബറിനെ തേടി വരണം. ആളുകൾ ഇത്തരത്തിലുള്ള മണ്ണാർക്കാട് ചെന്ന് നോക്കി നിങ്ങൾ, മുസ്ലിം ഉമ്മത്ത് എത്ര ഒരു വല്ലാത്ത ദുഃഖമാണത്. ഞാനത് നേരിട്ട് അതിൻ്റെ അടുത്ത് പോയി കണ്ട ഒരാളാണ്. ഇത് പറയണമെങ്കിൽ ഒന്ന് ശരിക്ക് കാണണമെന്ന് വിചാരിച്ചു. ഒരു വലിയ വള്ളി വണ്ണമുള്ളൊരു വള്ളി, ആ വള്ളിയിൽ ഇങ്ങനെ പച്ച തുണി ചുറ്റുക. എന്നിട്ട് കുറേ സ്ത്രീകൾ ലൈനിക്ക് നല്ല മഫ്തിയും പറയൊക്കെ ഇട്ട് മുസ്ലിം ഉമ്മത്ത് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക. സ്ത്രീകൾ എന്തിനാ നിൽക്കുന്നത്? നിങ്ങളൊന്ന് പോയി നോക്ക്, അന്വേഷിച്ച് നോക്ക്, യൂട്യൂബിൽ അടിച്ചു നോക്ക്. എന്താ ഇവിടെ പ്രത്യേകത? അത് കല്യാണം കഴിഞ്ഞിട്ട് 5, 10, 20 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്തവർ, ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ, കുട്ടികളില്ലാത്തവർ തൊട്ടിയുമായി വന്ന് വള്ളിയിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടും. അങ്ങനെ കുട്ടികളില്ലാത്തവർ തൊട്ടിയുമായി വന്ന് വള്ളിയിൽ കെട്ടിയാൽ കുട്ടിയെ കിട്ടും. ഈ വിശ്വാസത്തിൽ തൊട്ടിത്തുണിയും കയറും പിടിച്ച് നിൽക്കുകയാണ്. ഇവിടെ പാലക്കാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ മണ്ണാർക്കാടിന്റെ കുറച്ചപ്പുറത്ത് ഇല്ലേ, നാട്ടുകല്ലെത്തുമ്പോൾ കല്ല്. മുസ്ലിം ഉമ്മത്തേങ്ങൾ ചിന്തിക്ക്, ഇത് തുറന്നു പറയുന്ന എന്തിനറിയോ? ഇത് അപകടമാണ്. ഇത് ഏത് സംഘടന ചെയ്തു എന്നല്ല, ഏത് വ്യക്തി ചെയ്തു എന്നതല്ല. ഈ സദസ്സിലിരിക്കുന്ന 100 കണക്കിന് മനുഷ്യർ, ഇതുപോലെയുള്ള സദസ്സിലിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിലുള്ള മക്ബറകളെ തേടി പോയവരാണ്, ഖബറുകളെ തേടി പോയവരാണ്. ഞങ്ങളൊക്കെ അതുപോലെയുള്ള കുടുംബത്തിൽ ജനിച്ചവരാണ്. ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കി തിരുത്തിയവരാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ അംഗമായത്. പ്രിയപ്പെട്ടവരെ, ഇത് രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തുന്ന പ്രസ്ഥാനമല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പതാക ഉയർത്തിപ്പിടിച്ച് ഒരു മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തിന്റെ ഏതെങ്കിലും മുക്കുമൂലകളിൽ, കോർണറുകളിൽ, അങ്ങാടികളിൽ, തെരുവീഥികളിൽ ഏതെങ്കിലും ഒരു പ്രകടനം നടത്തുന്നത്? രാഷ്ട്രീയത്തിന് വേണ്ടി, പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്താറില്ല. പിന്നെ എന്താ ഞങ്ങൾക്ക് ലാഭം? നിരന്തരമായി ഒരു ദിവസം പോലും ഇടതടവില്ലാതെ, എന്നും നാളെയുണ്ട് മറ്റന്നാളെയുണ്ട്, നിരന്തരമായി 1, 1.5, 2 മണിക്കൂർ ഈ തൗഹീദ് ഓരോ ഗ്രാമാന്തരങ്ങളിൽ വന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന്റെ ലാഭം എന്താ? ഇവിടെ നിന്നൊന്നുമില്ല. ഈ സംഘാടകരുണ്ടല്ലോ, ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോ പോക്കറ്റിലേക്ക് ഒരു പൈസ ഇടുമ്പോ അത് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടക്കരയിലെത്താനുള്ള ഡീസലിന്റെ പൈസയല്ലാതെ ഒരു നയാ പൈസ അധികം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും ഞങ്ങൾ. ഇത് ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടമല്ല, ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ്. അതിനത് നിർവഹിക്കുന്നത്, ഇത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ ആ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ? നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാൻ എനിക്ക് വേണ്ടി തന്നെ, ശ്രദ്ധിക്കണേ,
മുത്തുനബിയോടെ കൊണ്ട് അള്ളാഹ് ഖുർആനിൽ പ്രഖ്യാപിക്കുകയാണ്. മുത്തുനബിയോട് പ്രഖ്യാപിക്കാൻ പറയാ, ഞാൻ എനിക്ക് ഉപകാരമോ ഉപദ്രവമോ അധീനപ്പെടുത്താൻ കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. അതുപോലും എനിക്ക് കഴിയില്ല. ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചതല്ലാതെ. ഇനി പറയണ കേട്ടോളൂ കേട്ടോ. വലൗ കുൻതു, ഖുർആന്റെ ആയത്താ, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈരി, ഞാൻ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു. എത്രയോ നന്മ മുത്തുനബി ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ മറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ പ്രവർത്തിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, എന്നെ ഒരാപത്തും ബാധിക്കുമായിരുന്നില്ല. ഖുർആനിലാ പറയണത്. മുത്തുനബിയെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുക. അള്ളാഹ് ഖുർആനിന്റെ റബ്ബിന്റെ കലാമായി പഠിപ്പിക്കുക. പറയൂ നബിയെ, എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളമായി നന്മ വർദ്ധിപ്പിക്കുകയും എന്നെ ഒരാപത്തും ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. പല്ല് പൊട്ടിയില്ലേ മുത്തുനബിയുടേത്, അല്ലേ? അമ്പ് തൊടുത്തു വിട്ട്, ശത്രുക്കൾ തൊടുത്തു വിട്ടപ്പോ സ്വഹാബത്ത് ചുറ്റും നിന്നിട്ടും മുത്തുനബിയുടെ പല്ല് പൊട്ടിപ്പോയിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ചിട്ടില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയപ്പോ മുത്തുനബി മിണ്ടാതിരുന്നിട്ടില്ലേ? സത്യം അറിയുന്നത് വരെ മൗനം പാലിച്ചിട്ടില്ലേ? ഇല്ലേ? എത്ര സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ബദറിൽ മുസ്ലിങ്ങൾ വളരെ വളരെ നല്ല വിജയം, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം. ശത്രുക്കൾ തീരുമാനിച്ചു പകരം ഉഹദ് ഒരുക്കണമെന്ന്. ശരി, ചരിത്രത്തിലേക്ക് പോണില്ല. ഉഹദിൽ ശത്രുക്കൾ തീരുമാനിച്ചെന്താ അറിയോ? ബദറിൽ നമുക്ക് സംഭവിച്ചതുപോലെ നമുക്ക് തിരിച്ചടിയാണ് കിട്ടുന്നതെങ്കിൽ, ശരിക്കും കേട്ടോളിട്ടോ, ബദറിൽ നമുക്ക് കിട്ടിയതുപോലെ ഉഹദിൽ നമുക്ക് തിരിച്ചടിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മൾ നഷ്ടമാവുകയാണ്, നമുക്ക് ആ ധാരാളമായി വിപത്ത് ഇങ്ങോട്ട് വരികയാണ്, നാശം ഇങ്ങോട്ട് കിട്ടുകയാണ്, പരാജയം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് കണ്ടാൽ നമ്മളെല്ലാവരും ഉറക്കെ പറയണം, ഖുതില മുഹമ്മദ്. ചോദിച്ചോളി നിങ്ങൾ പണ്ഡിതന്മാരോട്, ഉസ്താദുമാരോട്, അറിവുള്ളവരോട്, ഇങ്ങനെ സംഭവം ഉണ്ടോ? ഉറക്കെ വിളിച്ചു പറയണം, ഖുതില മുഹമ്മദ്, നിങ്ങളുടെ നബി മുഹമ്മദ്. അവർ മുഹമ്മദ് എന്നേ പറയുള്ളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ശത്രുക്കളാണ്. അവർ പറയാണ്, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ മരിച്ചു വീണിരിക്കുന്നു എന്ന് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു വരണം. അങ്ങനെ തീരുമാനിച്ചിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങണത്. അങ്ങനെ യുദ്ധം തുടങ്ങി. ഉഹദിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ആദ്യ സമയം മുസ്ലിങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് കുതിക്കുകയാണ്. മലമുകളിൽ 50 ആളുകളെ നിർത്തിയ ചരിത്രമൊക്കെ അറിയാം. ഇവർ പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഒരു ഉറക്കം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഖുതില മുഹമ്മദ്, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് ഇതാ മരിച്ചു വീണിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഇനി ചരിത്രം ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ സഹാബികൾ എന്താ പറയേണ്ടത്? ഞങ്ങളെ നബിയെക്കുറിച്ച് നിങ്ങൾ നുണ പറയേണ്ട, ഞങ്ങൾ അള്ളാന്റെ ഔലിയാക്കന്മാരാ കേട്ടോ, മുത്തുനബിയുള്ള ഉഹദിന്റെ മണ്ണിലാ ഞങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ നുണ പറഞ്ഞ് ഞങ്ങളെ തകർക്കാൻ നിൽക്കണ്ടെന്നല്ല. സ്വഹാബികൾ പതുക്കെ കുശു വർത്താനം പറയാൻ തുടങ്ങി. നബി മരിച്ചു എന്നാ പറയണത്, ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യണത് എന്ന് മനസ്സിലായോ? ഒരു സെക്കൻഡെങ്കിലും അതിൻ്റെ പേരിൽ യുദ്ധം നിലച്ചു പോയിട്ടുണ്ടോ എന്ന് പഠിച്ചു നോക്ക്. സ്വഹാബത്തൊന്ന് അന്തം വിട്ട് നിന്നിട്ടുണ്ടോ എന്ന് പഠിച്ചു നോക്ക്. അവരെക്കാൾ വലിയ ഔലിയാക്കന്മാർ ലോകത്താരാ കൂട്ടരെ? ആരാ? ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് അസത്യം മനസ്സിലാകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഹക്കായ കാര്യങ്ങളാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുന്നില്ല? അതുകൊണ്ട് എന്നെ കേട്ട മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ ചോദ്യമാണ്, എൻ്റെ അടിമക്ക് ഞാൻ പോരെ, ഞാൻ മതിയായവനല്ലയോ? അള്ളാന്റെ ചോദ്യ. നിങ്ങളെ പലരും പറഞ്ഞ് പറ്റിക്കും, നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ, നിങ്ങളെ അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കും. അള്ളാഹ് പറയാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ. എന്നിട്ട് പറയാണ്, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ നിങ്ങളെ പേടിപ്പിക്കുകയാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാനെയാണോ പേടി? അള്ളാന്റെ പടപ്പളയാണോ പേടി? ആണോ? നിങ്ങൾ ചിന്തിക്ക്.
ആരെ പേടി? ഒരു ബസ്സിന്റെ ഡ്രൈവർ പറയാണ് ബസ്സിന്റെ കൺട്രോൾ പോയിട്ടുണ്ട്, ഒരു ഇറക്കത്തെന്നാ പറയണത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പല വിളി വരും, പല ആളുകളോടുള്ള വിളി വരും. ചിലപ്പോൾ ബദരീങ്ങളെ മമ്പറത്തെ തങ്ങളെ എന്നൊക്കെ വിളിക്കും അല്ലേ? ആ വിളിക്കുന്നവന്റെ ഹൃദയത്തിൽ ആരെയാണ് കൂട്ടരെ ഏറ്റവും വലിയ പേടി? നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ, ഒരു പെണ്ണോ ആണോ, ഒരു പ്രായമുള്ള ഉമ്മയോ വാപ്പയോ തെറ്റ് ചെയ്തു, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അള്ളാനെ വിളിച്ച് സത്യം ചെയ്യ്, ഒരു പ്രശ്നമല്ല. എങ്ങനെ ചെയ്യേണ്ടത് മോനെ? പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാ ഞാൻ പറഞ്ഞു അള്ളയാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നടക്കി കേട്ടോ, കൊണ്ടോട്ടി ജാറത്തിൽ തൊട്ടിട്ട് പറയണം, മമ്പറത്ത് ജാറത്തിന്റെ മുന്നിൽ നിന്ന് പറയണം, ഏർവാടിക്ക് നാഗൂറിലേക്ക് വരണം. ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് പറക്കും. പേടി ആരെയാണ് പേടി? അള്ളാനെയാണോ അള്ളാന്റെ പടപ്പുകളെയാണോ? ഖുർആനിൽ പറയണല്ലേ, ഞാൻ നിങ്ങൾക്ക് പോരേ, ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലയോ? നിങ്ങളെ അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞ് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. കൂട്ടരെ, ഇതൊക്കെ ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പാകെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശിർക്കുണ്ടല്ലോ, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വന്നാൽ അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടു പോകാം. എന്താ പറഞ്ഞത്? കാറ്റവനെ തള്ളിക്കൊണ്ടു പോകാം. വിജനമായ സ്ഥലത്ത് കാറ്റ്. അപ്പോ ശിർക്ക് ചെയ്യുന്ന അവസ്ഥ എന്താ അറിയോ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, റബ്ബല്ലാത്ത ആളുകളുടെ പേരിൽ നേർച്ച ചെയ്താൽ, പടച്ചോന്റെ പേരിലല്ലാതെ സത്യം ചെയ്താൽ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്താൽ, ശിർക്ക് സംഭവിച്ചാൽ അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ഇതൊക്കെ ഖുർആനാ പറയണത്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. നീ അള്ളാന്റെ പേരിലല്ലാതെ അറുത്താലോ? നടക്കലില്ലേ? നിങ്ങളെ വല്ലിപ്പാടൊക്കെ ചോദിച്ചു നോക്കി. ഇപ്പം നമ്മൾ ബലിപെരുന്നാളിൻ്റെ അടുത്തെത്തി. എല്ലാ പള്ളിയിലും ഉളുഹിയത്തിന്റെ വിഹിതം എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 9,000, 7,000, ദാ ഒരു ഷെയറിന് ഇത്രയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഉളുഹിയത്ത് സംവിധാനം ഇത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്നാ ബദരീങ്ങളുടെ ആണ്ടിനോ ധാരാളം പോത്തിനിറക്കും. ഇതല്ലേ സത്യത്തിൽ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നത്? ഹക്കല്ലേ? എന്നാൽ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, ശ്രദ്ധിച്ചോളൂട്ടോ. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുക. അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്തതിനെ അള്ളാന്റെ പേരിലല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ അറുത്തവന് അള്ളാഹ് ശപിച്ചു. ഇനി കേട്ടോ, വിശദീകരണങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഷാഫി മദ്ഹബ് എന്നാ ഞാൻ വായിക്കുന്നത് കേട്ടോ. ഇമാം നബവിയുടെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്, ശ്രദ്ധിച്ചോളൂ. فالمراد به أن يذبح باسم غير الله تعالى كمن ذبح للصنم أو الصليب أو لعيسى أو لموسى أو للكعبة ونحو ذلك. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അറുത്തത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക. ഏതുപോലെ കുരിശിന് വേണ്ടി ചില ആളുകൾ അറുക്കും, ബിംബത്തിന് വേണ്ടി അറുക്കും, മൂസാ നബിക്ക് വേണ്ടി അറുക്കും, അതേ ഈസാ നബിയുടെ പേരിൽ അറുക്കും, കഅബയുടെ പേരിൽ അറുക്കും, വനഹ്ബി ദാലിക്, അതുപോലെയുള്ളതിന്റെ പേരിൽ അറുക്കും. ഇതെല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാ പേരും പറഞ്ഞാൽ ഒരു കിതാബ് അതിനെന്നെ വേണ്ടി വരും. കുറച്ച് പറഞ്ഞിട്ട് പറഞ്ഞു വനഹ്ബി ദാലിക് ഫകുല്ലു ഹാദാ ഹറാം. ഇങ്ങനെ അറുത്തതെല്ലാം ഹറാമായ അറിവാണ്. വലാ തഹില്ലു ആദിഹി ദബീഹ, ഈ അറിവ് ഹലാലാവുകയില്ല. സവാഉൻ കാന ദാബിഹു, അറുത്തത് മുസ്ലിമൻ ഔ നസ്റാനിയ, അറുത്തത് മുസ്ലിം ആവട്ടെ അറുത്തത് ക്രിസ്ത്യാനിയാകട്ടെ, ഈ അറിവ് ഹലാലാവുകയില്ല, ഈ അറിവ് സ്വഹീഹാവുകയില്ല. എന്നിട്ട് പറയാ നസ്സ അലൈഹി ശാഫിഈ വത്തഫഖ അലൈഹി അസ്ഹാബുനാ. ഇമാം ഷാഫിയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെയുള്ളവരും ഈ വിഷയത്തിൽ ഐക്യകണ്ഠേന ഉറപ്പിച്ച് തറപ്പിച്ച് അഭിപ്രായം പറഞ്ഞതാ. കണ്ടോ? ഇത് ഷാഫി മദ്ഹബ് എന്നാ ഞാൻ പറയുന്നത്. ഇനി കേട്ടോളൂ, ഷാഫി മദ്ഹബ് തന്നെ. ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞു, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ, ഒരു മുസ്ലിം ഒരു അറിവ് നടത്തി, വഖസദ ബിദബിഹാ തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കലേക്കല്ലാതെ മറ്റുള്ളവരിലേക്ക് അതിന്റെ പൊരുത്തവും അതിന്റെ തഖറബും അവർ പ്രതീക്ഷിച്ചാൽ, സ്വാറ മുർത്തദ്ദൻ, അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ്. വദബീഹതുഹു, അവന്റെ അറിവ്, വദബീഹതു മുർത്തദ്ദിൻ, മതത്തിൽ നിന്ന് പുറത്തു പോയവന്റെ അറിവ് പോലെയാണ്. ആരാ പറഞ്ഞത് കൂട്ടരെ?
ഷാഫി മദ്ഹബാണ്. എത്ര തെളിവുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹ് ശപിച്ച വിഷയമാണത്. ആ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് ഉണരണമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, സമയം നമ്മുടെ അവസാനിക്കുക. ഇവിടെ പരിസര പ്രദേശത്ത് പോലും ഒരു ഖബർ ജാറമാക്കി മാറ്റാനുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ ഷാഫി മദ്ഹബ് എന്തു പറഞ്ഞു എന്ന് സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് ആദ്യം പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ച കാര്യമാണ്. ഒരു ഖബർ കെട്ടിപ്പൊക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സമ്മതിച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം, അള്ളാന്റെ റസൂൽ സമ്മതിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയാണ് ചെയ്തത്. നഹാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, വിലക്കി. ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോളെ, നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത്. നിങ്ങൾ ഒരിക്കലും ഒത്താശ പറയരുത്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളാണ് പറഞ്ഞത്. നഹാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. നിങ്ങൾ ഖബർ കുമ്മായമടിക്കരുത്, ഖബറിന്റെ മേൽ സിമന്റ് പൂശരുത്. ആ ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത്, കെട്ടിപ്പടുക്കരുത്. ആ ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കരുത്. പോരാ, ആ ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഈ നാട്ടിലെ ആളുകൾ, പഠിക്കുന്ന മനുഷ്യരോട് ഞാൻ പറയാ, ചിന്തിക്കുന്ന ആളോട് പറയാ, നിങ്ങളിവിടെ സലഫി പള്ളി ഇവിടെ പുതുതായി വന്നിട്ടുണ്ടല്ലോ, ഈ ഖബർ ഏതെങ്കിലും ഒരു മുജാഹിദിന്റെ ഖബറിന്റെ പുറത്ത് എഴുതുകയോ കെട്ടിപ്പൊക്കുകയോ കുമ്മായമടിക്കുകയോ സിമന്റ് പൂശുകയോ കുറ്റിപ്പര കെട്ടി ഓതുകയോ ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ചെയ്യാത്തത്? ഒരു ഖബർ കെട്ടിപ്പൊക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ ചെയ്യാത്തത്? മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കിനെ അംഗീകരിച്ചതാണ്, സ്വീകരിച്ചതാണ്. ദീനിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ്, ഇഷ്ടമാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അതല്ലാതെ ഒരു ഖബർ ഒരു 10 വെട്ടിലിറക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഞങ്ങളുടെ വാപ്പാന്റെ ഖബർ, ഞങ്ങളുടെ ഉമ്മാന്റെ ഖബർ, ഞങ്ങളുടെ പള്ളിയിലെ ഖതീബിന്റെ ഖബർ, ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏറ്റവും മാന്യനായ ഒരു മനുഷ്യന്റെ ഖബർ കെട്ടിപ്പൊക്കിയൊരു ഉയരത്തിൽ കെട്ടി നിർത്താൻ പണമില്ലാത്തത് കൊണ്ടല്ല. മുത്തുനബി പറഞ്ഞതാണ് ചെയ്യരുത് എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. ഇനി അടുത്ത കേട്ടോളൂ. അലി റളിയല്ലാഹുവിനോട് മുത്തുനബി പറയാട്ടോ. ഇതൊക്കെ ഞാൻ തെളിവാ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അലി റളിയല്ലാഹുവിനോട് അള്ളാന്റെ റസൂൽ പറയാ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. മോനെ അലി, പുതിയാപ്പിളയാണ് മോനെ, ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കട്ടോ മോനെ. നിന്നെ എന്താ ഏൽപ്പിക്കുന്നത്? തങ്ങളായ അലി റളിയല്ലാഹുവിനെ തങ്ങളായ മുത്തുനബി ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി എന്താ അറിയോ? വലാ ഖബറൻ, ഒരു ഖബറും ഉണ്ടാവരുത്, മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊന്തി നിൽക്കുന്ന ഖബർ കണ്ടാൽ സാധാരണ ഖബറാക്കാതെ ഒറ്റ ഖബറും വിട്ടേച്ച് കളയരുത്. പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? കിതാബിലുണ്ടോ ഇല്ലേ? ഇസ്ലാമിന്റെ പ്രമാണത്തിലുണ്ടോ ഇല്ലേ? അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ. ഇനി ഷാഫി മദ്ഹബിൽ പള്ളി ദർസിൽ, സമയത്തിന്റെ കുറവുകൊണ്ട് അതിന്റെ തുടക്കം മാത്രം വായിക്കാട്ടോ. ആ പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്കെന്താ അറിയോ? വതജിബുൽ മുബാദറത്ത് ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ. സുബ്ഹാനല്ലാഹ്. ഖബറിന്റെ മേലെ കെട്ടിപ്പടുത്തതും പടുത്തുയർത്തിയതും കുബ്ബകളും എല്ലാം പൊളിച്ചു നീക്കണം, നിർബന്ധമാണ്. ഇവിടെ പള്ളി ദർസിന് പരിസരത്തുണ്ടോ? അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന അസ്സവാജിർ കിതാബിൽ പറയണേ, ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ കുബ്ബകൾ എടുപ്പുകൾ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. അത് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ്. ഇതൊക്കെയാണ് കിതാബിലുള്ളത്, പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന കിതാബിലുള്ളത്. ഞങ്ങൾ ഈ അള്ളാഹുവിൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളോട് തുറന്നു പറയുന്നു, വാശിയില്ല ഞങ്ങൾക്ക്. ഇല്ല കൂട്ടരെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വേഗത്തിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സാധാരണക്കാരതൊക്കെയാണ് പെട്ടെന്ന് ചിന്തിക്കുക, പെട്ടെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരാൾ മരിച്ചു, ആ മരിച്ചാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഖുർആൻ പ്രത്യേകമായി ഓതാറില്ല. ഖുർആൻ ഞങ്ങൾക്ക് ഓതാൻ അറിയാത്തത് കൊണ്ടോ ഖുർആനിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല. ഇവിടെ ഞാൻ എത്രയോ ആയത്ത് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. ഷാഫി മദ്ഹബ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് കിതാബ് തുറക്കാം, ഞാൻ പറയുന്നത് ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാലോ.
ഇത് നാളെ സംസാരിക്കാലോ, ഈ നാട്ടിലെ ആളുകളോട് ഈ പറഞ്ഞതൊന്നും ശരിയല്ലട്ടോ എന്ന് പറയാലോ. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചു കേട്ടോളൂ. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾ എടുത്തോളൂ കേട്ടോ. മുജാഹിദുകൾ എഴുതിയ തഫ്സീർ വേണ്ട, മാറ്റിവെച്ചോളി. മാറ്റിവെച്ചോളി. ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ എടുക്കി. എന്നിട്ട് ഈ ആയത്തിന്റെ വിശദീകരണം നോക്ക്. ഞാൻ വായിക്കാം. ഇങ്ങനെയാണോ തഫ്സീറിലുള്ളത്? നമ്മുടെ പള്ളിയിൽ അലമാരയിൽ വെച്ചിരിക്കുന്ന ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗലായി കൊടുത്തിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. ഇമാം ഷാഫിയുടെ ഖൗലാണ്, അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോളൂ. വമിൻ നാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ഷാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവെടുക്കുകയാണ്. വമനിത്തബഅഹു, ഇമാം ഷാഫിയെ പിന്തുടർന്നവരും തെളിവെടുക്കുകയാണ്. എന്തിന്? മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്ന സമ്പ്രദായം സെൽഫികൾ ചെയ്യലില്ല. രാവിലെ ഓതാ, ഉച്ചക്ക് ഓതാ, 10 മണിക്ക് ഓതാ, രാത്രി ഓതാ, കുറേ സമയം ഉറക്കൊഴിച്ച് ഓതാ, അതിനൊന്നും തർക്കമില്ല. മരിച്ചാൽ ഒരു പ്രത്യേക ഖുർആനോത്തിന്റെ ചടങ്ങുണ്ടോ ഇല്ലേ? ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് പറയണത്. ബൽക്ക് ഒരാൾ മരിച്ചാൽ ഒരു ചിന്തയില്ല, അവരവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, എന്നിട്ട് മിണ്ടാതെ മയ്യത്ത് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് പറയല് അല്ലേ. എൻ്റെ നാട്ടിലൊരാൾ, ഒരു ഉസ്താദ് പ്രസംഗിച്ച എന്താ അറിയോ, ഇവർ നിലമ്പൂര് കാട്ടുന്ന തേക്കെട്ടുണ്ടോന്നരിക്കാ കൊണ്ടുപോകല് മയ്യത്ത് എന്ന്. നഊദു ബില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താണ് പറഞ്ഞത്? നിലമ്പൂര് കാട്ടുന്ന തേക്ക് കട്ടുണ്ടോണമാരിക്കാ കൊണ്ടുപോവുക, മിണ്ടാതെ ആരും അറിയാതെ പതുക്കെ അങ്ങനെ കൊണ്ടുപോവുക മയ്യത്ത്. എന്താ കളിയാക്കാണ്. കളിയാക്കലൊക്കെ ഷാഫി മദ്ഹബിന്റെ കിതാബിലേക്ക് മടങ്ങുക. ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. നോക്കൂ. വമിൻ നാദിഹില്ലായ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഞാൻ വായിച്ചു. ഇമാം ഷാഫി കൂടെയുള്ളവർ തെളിവെടുക്കുകയാണ്. കേട്ടോളൂ. അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ, ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഖുർആൻ പാരായണം, അതിന്റെ പ്രതിഫലം മരിച്ചാളിലേക്ക് എത്തുകയില്ല. ഞാനല്ലട്ടോ പറയണത്. ലി അന്നഹു, കാരണം കൂടി പറഞ്ഞു തരാ. ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതാ മരിച്ചു കിടക്കുന്ന ആളുടെ പ്രവർത്തനത്തിലോ അധ്വാനത്തിലോ പെട്ടതല്ല. വലിഹാദാ ലം യന്ദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു സുന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഉമ്മതഹു, മുത്തുനബിയുടെ ഉമ്മത്തിനെ. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസിൻ വലാ ഇമാഇൻ. സുബ്ഹാനല്ലാഹ്. എത്ര ക്ലിയർ ആയിട്ടാ പറയണത്. ഇങ്ങനെ മുത്തുനബിയിൽ നിന്ന് ഉറപ്പുള്ള തെളിവോ, ഖണ്ഡിതമായ തെളിവോ, സൂചന പറയുന്ന തെളിവോ ഈ മരണവുമായി ബന്ധപ്പെട്ട ഖുർആൻ പാരായണത്തിന് വന്നിട്ടില്ല. ഓക്കേ. ബിനസിൻ വലാ ഇമാഇൻ, ഖണ്ഡിതമായ തെളിവും വന്നിട്ടില്ല, ഉറച്ച തെളിവും വന്നിട്ടില്ല, ഒരു സൂചനാപരമായ തെളിവും വന്നിട്ടില്ല. വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ, ഒരൊറ്റ സഹാബത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുമില്ല. വലൗ കാന ഖൈറ, അങ്ങനെ ചെയ്യുന്നത് ഖൈറായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ മുമ്പ് സഹാബത്ത് ചെയ്യുമായിരുന്നു. എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന തഫ്സീറിൽ അലമാരിൽ സൂക്ഷിച്ച ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിലാ. ഉണ്ടോ ഇല്ലേ? ഞങ്ങൾ വെറുതെ പറയാണോ? അപ്പൊ എന്താ അങ്ങനെ ഒരു പ്രത്യേക ചടങ്ങ് ഉണ്ടാക്കാത്തതെന്ന് ഒരാൾ ചോദിച്ചാൽ ഞങ്ങൾ മുജാഹിദായതുകൊണ്ട് നല്ല മറുപടി പറയാ. മറിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എത്രയോ സഹാബികൾ മരണപ്പെട്ടിട്ട് സഹാബത്തിൻ്റെ മരണ വീട്ടിലേക്ക് പോയതാണ്, മയ്യത്തിൻ്റെ കൂടെ നടന്നതാണ്, മയ്യത്തിൻ്റെ അടുത്ത് ഇരുന്നതാണ്. ഇങ്ങനൊരു ചടങ്ങ് മുത്തുനബി സംഘടിപ്പിച്ചിട്ടില്ല, സഹാബികൾ സംഘടിപ്പിച്ചിട്ടില്ല. ഇനി ഇവിടെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഇതിനൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചു എന്ന നിലക്ക് അങ്ങനെയൊക്കെയുള്ള പറയുക. സത്യം മനസ്സിലാകുമ്പോൾ അങ്ങനെയാണ് പറയുക. ഇത് ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ശരി, ഇനി തിരുത്തി കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ പറയണം, മുത്തുനബി ഏതൊരു സഹാബിയുടെ വീട്ടിലാണ് മരണവുമായി ബന്ധപ്പെട്ട ഒരു ഖുർആൻ പാരായണം നടത്തിയത്? വലിയ ഉസ്താദുമാർ വരെ, ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് വരെ പറഞ്ഞെന്താ അറിയോ? അതിന് തെളിവ് മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നില്ലേനാ. അതിനുള്ള തെളിവ് എന്താണ്? മയ്യത്ത് നിസ്കാരത്തിൽ അപ്പൊ ഖുർആൻ ഓതുന്നില്ലേ, ഫാത്തിഹ ഓതുന്നില്ലേ, പിന്നെന്താ നിസ്കാരത്തിൽ ഓതാം, പിന്നെ അല്ലാതെ ഓതാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നതെന്നാ ചോദിച്ചേ. ഇങ്ങനെ ഒരു പ്രത്യേക ചടങ്ങ് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം മയ്യത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഫാത്തിഹ ഓതുന്നുണ്ട് എന്നാണോ? ആണോ? അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം. ഇനി മൂന്നിൻ്റെ അന്ന് ഒരു കണ്ണൂക്ക് അല്ലേ, എന്താ സലഫികൾ നടത്താത്തത്? ഷാഫി മദ്ഹബ് എന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോളൂ. ഇമാം നബവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയുകയാണ്,
വഅമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യിത്തി തുആമൻ വജമ്മുൻ നാസി അലൈഹി ഫലം യുൻഖൽ ഫീഹി ഷൈ വഹുവ ബിദ്അത്തുൻ ഗൈറു മുസ്തഹബ്ബ. സുബ്ഹാനല്ലാഹ്, ഇത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ മരണവുമായി ബന്ധപ്പെട്ട് ആളുകളെ വിളിച്ചു ചേർക്കുക, ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക. ഫലം യുൻഖൽ ഫീഹി ഷൈഉൻ, അങ്ങനെ ഈ വിഷയത്തിൽ ഒന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ല. വഹുവ ബിദ്അത്തുൻ, അത് പുത്തനാചാരമാണ്. ഗൈറു മുസ്തഹബ്ബ. കൂട്ടരെ, ഒരു സുന്നത്തുമല്ല, ഒരു ദീനിൽ നല്ലതുമല്ല, അത് ബിദ്അത്താണ് എന്നാണ് ഇമാം നബവി. ഇനി 10 കിതാബില്ലേ, സാധാരണ 1 കൊല്ലം 2 കൊല്ലമൊക്കെ ദർശനം ഓതി പോണ കുട്ടികൾ വരെ ഓതുന്ന 10 കിതാബിൽ എന്താ പറഞ്ഞത് നോക്കിയോളൂ. വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിത്തി മിൻ ഇസ്ലാഹി തുആമിൻ വജമ്മുൻ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറു ഹസനാ. മരണവുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചേർക്കലും അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഫബിദ്അത്തുൻ, അത് പുത്തനാചാരമാണ്. ഗൈറു ഹസന, നല്ലതല്ലാത്ത പുത്തനാചാരമാണ്. ഇനി മയ്യത്ത് കൊണ്ടുപോകുമ്പോഴോ സെൽഫികൾ എന്താ മിണ്ടാതെ പോകുന്നത്? തെളിവ് കേട്ടോളൂ. അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ മിണ്ടാതെ പോകണം. ഞങ്ങളല്ല പറയുന്നത്, ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും സലഫി പണ്ഡിതന്മാരല്ല, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയുകയാണ്, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക്. ഇത്ര ക്ലിയറാ. അപ്പം മിണ്ടാതെ പോകണം എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടാ പറയുന്നത് എന്ന് പറയാം. അല്ല, എന്താ ഇമാം നബവി പറഞ്ഞത്? ഫലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദം ഉയർത്തരുത് കേട്ടോ, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദം ഉയർത്തരുത് കേട്ടോ. വലാ ഗൈരി ദാലിക്, ഖുർആനുമല്ല ദിക്റുമല്ല, വേറെ വർത്തമാനങ്ങളും ഉയർത്തരുത് കേട്ടോ. മനസ്സുകൊണ്ട് ദിക്റും, മനസ്സുകൊണ്ട് മയ്യത്തിനെ ഓർത്തുകൊണ്ടും, മനസ്സുകൊണ്ട് ദുആ ചെയ്തും, ആ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടും മയ്യത്തിന്റെ കൂടെ നിങ്ങൾ പൊയ്ക്കോ. വർത്തമാനം പറയരുത്, ഉറക്ക ദിക്ർ ചെല്ലരുത്, ഖുർആൻ ഓതരുത്. ഇതാ പള്ളി ദർസിലെ കിതാബിൽ അൽ-അദ്കാർ, മഹാനായ ഇമാം നബവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവിയുടെ കിതാബിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇത് കിതാബിലുള്ളതാ. സെലഫികൾ എന്ന് പറയുന്നത് ഞങ്ങൾ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോവലല്ല, രേഖയുണ്ട് പ്രമാണത്തിൽ. അത് സ്വീകരിക്കണമെന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു. നിർബന്ധിക്കാൻ നമുക്കാർക്കും അവകാശമില്ല, ഒരാളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. മറിച്ച് ഇതാണ് സത്യം, ഇതാണ് ഹക്ക് എന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ കുറേ വശങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. കാരണം കുറച്ച് വൈകിയാണ് നമ്മൾ ആരംഭം കുറിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പുതിയ പള്ളി, സലഫി പള്ളി വന്നിട്ടില്ലേ, അവിടെ സ്ത്രീകൾക്ക് സൗകര്യമില്ലേ? ഉണ്ട്. എത്ര ഹദീസ് വേണം? സ്ത്രീകൾക്ക് ജമാഅത്തിന് വരാം, സ്ത്രീകൾക്ക് ജുമഅക്ക് വരാം എന്നതിന് എത്ര തെളിവുകൾ വേണം? 10 മതിയോ? 20 വേണോ? 100 വേണോ? 150-ലധികം ഹദീസുകൾ. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം. നമ്മുടെയൊക്കെ നാട്ടിൽ, കേരളത്തിൽ, ഞാനും മലപ്പുറം ജില്ലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജില്ലയിൽ പുതിയൊരു സമസ്തയുടെ പള്ളി വരുമ്പോൾ, അള്ളാഹു ആ പണ്ഡിതന്മാർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ, സമസ്തയുടെ പള്ളി വരുമ്പോൾ ഉസ്താദുമാരുടെ പ്രസംഗം നടത്തി സ്ത്രീകളോട് പറയും, നിങ്ങളെല്ലാവരും മാല തരണം, കമ്മൽ തരണം, വള തരണം, പാദസരം തരണം, പൈസ തരണം, ഒരാളും തരാതിരിക്കരുത്, ഇപ്പം ഇല്ലാത്തവർ കവർ കൊണ്ടുപോകണം ഒക്കെ പറയില്ലേ. എന്നിട്ട് പറയും, ഇതാ നമ്മളെ പള്ളിക്ക് വേണ്ടിയിട്ടാ, ഒരു പള്ളി നമ്മളെ കൊണ്ടുണ്ടാക്കി കൊടുത്താൽ സ്വർഗത്തിലൊരു വീടാ. ഇതൊക്കെ പ്രസംഗിക്കൂല എല്ലാവരും. എന്നിട്ട് അവരോട് പറയും, പള്ളിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ഉദ്ഘാടനമാണ്, ഇതാ നിങ്ങളെല്ലാവരും ശനിയാഴ്ച വന്ന് പള്ളി കണ്ടോളി. നിങ്ങൾ അവസാനത്തെ കാണല, അഞ്ഞുങ്ങളെ കയറ്റൂല മരിച്ചിട്ടല്ലാതെ. അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പിന്നെ ഓല കേട്ടല പള മരിച്ചിട്ട് മയ്യത്താ. അങ്ങനെയാണോ ദീനിന്റെ വശം? ആണോ? ചിന്തിക്കാനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ? എന്നാ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഖാലത്ത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അവിടുത്തെ നിസ്കാരം, എങ്ങനെയായിരുന്നു അവിടുത്തെ സുബഹി ജമാഅത്ത്, എങ്ങനെയായിരുന്നു സ്ത്രീകൾ മുത്തുനബിയുടെ കൂടെ സുബഹി ജമാഅത്തിനെത്തിയതുവരെ കേട്ടോ, സുബഹി ജമാഅത്തിനെത്തിയതുവരെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് ധാരാളം ഹദീസിൽ, ഞാനിതാ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി പറയാ, ഖാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. സുബൈക്ക് ജമാഅത്തിന് വന്നത് പറഞ്ഞാൽ പിന്നെ ആ പകല് ളുഹുറിന്റെ അസറിന്റെ കാര്യം പിന്നെ ചർച്ച ചെയ്യണ്ടല്ലോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. യഷ്ഹദിന,
പങ്കെടുക്കുമായിരുന്നു. മഅ റസൂലില്ലാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വലാത്തൽ ഫജ്രി സുബ്ഹി നമസ്കാരം. എങ്ങനെയാണ് അവർ സുബ്ഹിക്ക് വരിക? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. മൂടി പുതച്ചിട്ടാണ് അവർ, മൂടുപടം താഴ്ത്തിയിട്ട് മൂടി പുതച്ചുകൊണ്ടാണ് അവർ സുബഹി ജമാഅത്തിന് വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ ثم ينقلبن إلى بيوتهن, എപ്പോ? ഹീന യഖ്ളീന സലാത്ത്, നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ബഹുമാനനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞെന്താ അറിയോ? ഈ ഹദീസൊക്കെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞങ്ങളൊന്നും ഈ ഹദീസ് കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പറയാത്തോണ്ടാണെന്നാ ഞങ്ങൾ പറയണത്. ഇതെന്താ അദ്ദേഹം പറഞ്ഞറിയോ? ഈ ഹദീസ് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ ഈ ഹദീസ് കണ്ടിട്ടുണ്ട്. ഇതിനെന്താ അതിൻ്റെ അർത്ഥം? അത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, കുറേ ഉസ്താദുമാർ പറയുന്നത്, വീട്ടിൻ്റെ ഉള്ളിൽ ഒരു നിസ്കരിക്കാനൊരു പ്രത്യേക സ്ഥലം, അവിടെ നിസ്കരിച്ചതാണ്. അപ്പം മൂടി പുതച്ചു വന്നു സുബഹി നിസ്കരിക്കാൻ നബിയുടെ കൂടെ നിൽക്കേ. 2, നിസ്കാരത്തിന് അവർ വരുന്നത് മൂടുപടം താഴ്ത്തി മൂടി പുതച്ചിട്ട്. 2, നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. 3, ഇരുട്ടുകൊണ്ട് ആരാണ് പോണതെന്ന് മനസ്സിലാകുമായിരുന്നില്ല. ആർക്കാണ് ഈ മനസ്സിലാകാത്തത്? എവിടേക്കാണ് ഈ മൂടി പുതച്ച് വരുന്നത്? വീട്ടിൻ്റെ ഉള്ളിൽ. ഇപ്പം എൻ്റെ ഭാര്യയും ഞാനും കുട്ടികളും താമസിക്കുന്ന റൂമിൽ സ്ത്രീക്ക് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ഒരു റൂമുണ്ട്, അവിടെ എൻ്റെ ഭാര്യ നിസ്കരിക്കുക. മൂടി പുതച്ച് ആരും കാണരുതെന്ന് വിചാരിച്ച് മൂടി പുതച്ചിട്ട് അങ്ങോട്ട് വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോവുക. ഏതാണ് ആ വീട്? ഇരുട്ടുകൊണ്ട് ആരും പോണത് മനസ്സിലാവണില്ല. ഏതാണ് ഈ വീട്? അങ്ങനെ ഉണ്ടാവും ഒരു സംഭവം. അപ്പോൾ വാപ്പ ചോദിക്കുകയാണ് കുട്ടികളോട്, എടാ അമ്മ സുബഹി നിസ്കരിക്കാണ്ടേനി, ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനൊരു സംഭവം ഉണ്ടാവോ? ഞാൻ ഹദീസ് ഓരോ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അവരെങ്ങനെ വരും ശരിക്ക് ശ്രദ്ധിച്ചോളൂ. മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന സുമ്മ യൻഖലിബിൻ, അവർ മടങ്ങി പോവുകയാണ്. ഇലാ ബുയൂതിഹിന്ന, അവരവരുടെ വീടുകളിലേക്ക്. ഹീന യഖ്ളീന സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞ ഉടനെ. ലാ യഅരിഫുഹുന്ന, അവരെ തിരിച്ചറിയുന്നില്ല. അഹദുൻ, ഒരാൾക്കും. അപ്പൊ നിസ്കാരത്തിന്റെ റൂമിൽ നിന്ന് ഉമ്മ നീച്ചു പോകുമ്പോ ആരാണാ പോണത്? ഭർത്താവിന് മനസ്സിലാവില്ല, കുട്ടികൾക്ക് മനസ്സിലാവില്ല, ആരാണാ പോണത്? അങ്ങനെ ഉണ്ടാവും ഒരു സംഭവം. ഇങ്ങനെയാണോ? അപ്പൊ എന്തിനാ സുഹൃത്തുക്കളെ? ഇപ്പൊ പേരോട് ഉസ്താദ് വരെ പറഞ്ഞെന്താരോ, ബഹുമാന്യനായ പേരോട് ഉസ്താദ് പറഞ്ഞെന്താരോ? ചില ആളുകളൊക്കെ ചോദിക്കും മക്കത്തൊക്കെ സ്ത്രീകൾ വരുന്നില്ലേ എന്ന്. ഞങ്ങളോട് പറയാ, പേരോട് ഉസ്താദ് പറഞ്ഞാട്ടോ, നമ്മുടെ കിട്ട് കാണിച്ച ഒരാളെ നേരല്ല. പേരോട് ഉസ്താദ് പറഞ്ഞു, മക്കത്ത് സ്ത്രീകൾ 4 അല്ല 40 അല്ല 400 അല്ല 4000 അല്ല, ധാരാളം സ്ത്രീകൾ വരും. അവരാരും നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, തവാഫിന് വേണ്ടി വന്നതാ. തവാഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു. പക്ഷേ തവാഫ് നടക്കുമ്പോൾ ബാങ്ക് കൊടുത്താലും ആരും തവാഫ് നിർത്താറില്ല. പേരോട് ഉസ്താദ് പറഞ്ഞതാണ്. പിന്നെ ഇഖാമത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും നിർത്തി, തവാഫ് നിർത്തി, നിസ്കാരത്തിന് വേണ്ടി സൊഫ് കെട്ടി. അപ്പൊ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സൈഡിലേക്ക്, ബാക്കിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അവരോട് ബാക്കിലേക്ക് സ്ത്രീകളോട് മാറി നിൽക്കാൻ പറഞ്ഞു. സ്ത്രീകളെ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ നിസ്കരിക്കാനായി പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ വേണ്ടി വരുന്ന പുരുഷന്മാർ ഇങ്ങോട്ടും, തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ അങ്ങോട്ടും പോയാൽ വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടി പോവും. അതുകൊണ്ട് സ്ത്രീകളുടെ പിറകിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടോ അങ്ങനെ നിസ്കാരം തുടങ്ങി. അപ്പോൾ പിറകിലേക്ക് മാറി നിന്ന സ്ത്രീകളും നിസ്കാരത്തിൽ പങ്കെടുത്തു. അവരാരും നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുത്തതാണ്. ഇപ്പം എന്താ മനസ്സിലായത് ഉത്തരം? നിസ്കരിക്കുന്നുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? എന്തിനാണ് ഇങ്ങനെ മൂക്ക് വളച്ചു പിടിച്ചൊക്കെ പറയുന്നത്? എന്തിനാണ്? ആളുകൾ വെറുതെ സംശയത്തിലാക്കാനല്ലേ? ഇപ്പൊ പേരോട് ഉസ്താദ്, ബഹുമാന്യനായ പേരോട് ഉസ്താദ് പറഞ്ഞത് നിസ്കരിക്കണില്ല എന്നാണോ ഉണ്ട് എന്നാണോ? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവരാരും നിസ്കരിക്കാൻ വന്നതല്ല, തവാഫിന് വേണ്ടി വന്നതാണ്. തവാഫ് നടക്കുമ്പോൾ ഇക്കാമത്ത് കൊടുത്തു. അപ്പൊ സ്ത്രീകളെ നിങ്ങൾ പുറത്ത് പോയിക്കോളി എന്ന് പറഞ്ഞാൽ ഓല അങ്ങോട്ട് പോകും. നിസ്കരിക്കാൻ വേണ്ടി വരുന്ന പുരുഷന്മാർ ഇങ്ങോട്ട് വരും, വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടും. ആകെ ഒരൊറ്റ വാതിലുള്ളൂടെ ആണോ? നടക്കുന്ന നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതും നിസ്കരിക്കാൻ വേണ്ടി വരുന്നതും രണ്ടും രണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മുതുവല്ലൂരിൽ ഒരു സ്ത്രീ ഇവിടെ ഏതെങ്കിലും ഒരു കടയ്ക്ക് മഗ്‌രിബിന്റെ നേരത്ത് വീട്ടിൽ പെട്ടെന്ന് ഉപ്പില്ല, വെളിച്ചെണ്ണയില്ല, എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് പെട്ടെന്ന് ഭർത്താവ് വീട്ടിലില്ല, ഇവിടെ പെട്ടെന്ന് ഒരു കടയ്ക്ക് വന്നു. അപ്പോൾ ബാങ്കോട് കൊടുത്തു, കുറച്ച് നടക്കാണ്ട് വീട്ടിക്ക്. അപ്പോൾ ഏതായാലും വന്നത് വെളിച്ചെണ്ണ അങ്ങാനാണ്. എന്നാൽ പിന്നെ ഏതായാലും ബാങ്ക് കൊടുത്തല്ലോ നിലക്ക് പള്ളി കയറി എവിടെ നിസ്കരിക്കുക?
എവിടെ കയറിയിട്ടാണ് നിസ്കരിക്കുക? അപ്പം അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ വെറുതെ? ഇവിടെ ഇസ്ലാം പറയുന്നത് സ്ത്രീക്ക് പള്ളിയിലേക്ക് വരാം. സലഫികൾ ലോകത്തെല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം. അച്ചടക്കത്തിൽ വരണം, മര്യാദക്ക് വരണം. ആരെ കൂടെ വരുന്നത്? ഭർത്താവിൻ്റെ കൂടെ. ആരെ കൂടെ വരുന്നത്? വാപ്പാൻ്റെ കൂടെ. ആരെ കൂടെ വരിക? ബൈക്കിൽ, കാറിൽ, ആങ്ങളൻ്റെ കൂടെ. കൊണ്ടോട്ടി നേർച്ചക്കോ കാത്തുക്കലുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ആങ്ങളല്ലെങ്കിൽ പോവില്ലേ? എല്ലാവരും ഭയങ്കര അച്ചടക്കത്തിൽ മര്യാദക്ക് ഖബർ കണ്ടിട്ട് മരിക്കണമെന്ന ഓർമ്മ കിട്ടാൻ അതിനുള്ള സിയാറത്ത്. ആ അർത്ഥത്തിലാണ് പോണത്. തിരിച്ചു വരുമ്പോൾ കാറിന്ന് ചർച്ച എന്താ? കഴിഞ്ഞ പ്രാവശ്യത്തെ മരണക്കിണറിലില്ലേ 4 കാറുണ്ടായിരുന്നു, ഇപ്രാവശ്യം നഷ്ട 2 കാറുള്ളൂ. എന്തായിരിക്കും ചർച്ച? സിയാറത്തിന് പോയി തിരിച്ചു വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ ചോദിക്കണത്, എന്താണ് ചർച്ച? എന്തിനാ ഖബർ സിയാറത്ത്? ആനക്ക് നെറ്റിപ്പട്ടം കെട്ട് കാണാനാ? പട്ടിൻ്റെ സർക്കസ് കാണാനാ? മരണക്കിണറിൽ കയറാനാ? യന്ത്രഊഞ്ഞാലിൽ കയറാനാ? അതിനാണോ? എന്തിനാ ഖബർ സിയാറത്ത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാൻ, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാൻ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ ശരിക്കും ശ്രദ്ധിച്ചോളി, ഖബർ സിയാറത്തുണ്ട്, ചെയ്യണം. ഇവിടെ ഉണ്ടോ ഖബർസ്ഥാന്? പോയി കണ്ടോളി. ഖബറാളിക്ക് സലാം പറഞ്ഞോളി. ആ ഖബറാളിക്ക് പറയുന്ന സലാം അല്ലാഹു തആല ഖബറാളിക്ക് എത്തിക്കും. അതിൻ്റെ സിസ്റ്റം എന്താ നമുക്കറിയില്ല. അത് അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ്. അത് അള്ളാൻ്റെ അടുത്തുള്ള കാര്യമാണ്. നമ്മളോട് പറഞ്ഞു ഖബറാളിക്ക് സലാം പറയാൻ. ഇവരെ പ്രസംഗത്തിൽ ഉസ്താദ് പറയണം എന്താ അറിയോ? ഞാനൊന്നും ഒരു ഉസ്താദിൻ്റെ പേരും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്താ പറയണ അറിയോ? നമ്മൾ ഖബറിൻ്റെ അടുത്തേക്ക് നമ്മളെ ഉസ്താദ് ഇങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും ബാക്കിലുണ്ട്, ഉസ്താദ് മുന്നിൽ. ഉസ്താദ് ഖബറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അതൊന്നും സാരല്ല, അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയണു ചോദിച്ചു. അപ്പോൾ നിങ്ങളാരും കേൾക്കണില്ലേ ഉസ്താദ് ബലോട്? നിങ്ങളാരും കേൾക്കണില്ലേ? അപ്പോൾ ഇവർ ചോദിച്ചു, എന്ത്? ഖബർത്താൾ എന്നോട് സംസാരിക്കണം, നിങ്ങൾ കേൾക്കണില്ലേ? എന്നോട് ഇങ്ങോട്ട് നമ്മളോട് കയറിയപ്പോൾ തന്നെ എന്നോട് സലാം പറഞ്ഞു ഖബറിന്ന്. അപ്പോൾ ഞാൻ മടക്കിയതാ. പിന്നെ ഖബർ കിടക്കുന്ന ആളിനോട് പറഞ്ഞു, നിങ്ങൾ വന്നപ്പോൾ ചാറൽ മഴ ഉണ്ടില്ലേ, നനഞ്ഞൂല്ലേ? അപ്പം ഞാൻ മറുപടി കൊടുത്തു, അതൊന്നും സാരല്ല, നിങ്ങളെ കാണാനല്ലേ. പിന്നെ എന്താ ഈ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ? ഒരാൾ ഖബറിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, ഖബർത്താൾ ഇങ്ങോട്ടും പറയാ, ഇവിടുന്ന് പുറത്തുനിന്ന് ആൾ അങ്ങോട്ടും പറയാ, നല്ല മഴയാണില്ലേ ഇപ്പോൾ? അങ്ങനെ വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴയുള്ളൂ, കുറച്ചേ നനഞ്ഞിട്ടുള്ളൂ, അതൊന്നും സാരല്ല, നിങ്ങളെ കാണാൻ വന്നല്ലേ. ഇവിടുന്ന് അങ്ങോട്ട്, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മറുപടി. എന്താ ഇത്? പബ്ലിക് പ്രസംഗത്തിൽ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത യൂട്യൂബിൽ പ്രസംഗത്തിൽ കിടക്കണതാ. ഇതാണോ മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്? ആണോ? ഇത് ശരിയാണോ? അതിനാണോ ഖബർ സിയാറത്ത്? നമ്മൾ എന്തെങ്കിലും ഒരു നുണക്കഥ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകലാണോ വേണ്ടത്? ഖബറിലേക്ക് പോകുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? മുത്തുനബിയുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞതാ. അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാവും. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഖബർ കാണാൻ പോകുമ്പോൾ, പടച്ചോനെ എത്ര സ്നേഹിച്ചു വളർത്തിയത് എൻ്റെ ഉപ്പന്നെ, എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഞാൻ എൻ്റെ വീട്ടിൽ നാട്ടിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ വാപ്പാൻ്റെ ഖബർ കാണാതെ പോവാതിരിക്കലില്ല, കാണാൻ പോവാതിരിക്കാറില്ല എന്ന് പറഞ്ഞാൽ പോവും. അതിനാരും കാത്തിരിക്കലില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം, ചിലപ്പോൾ 2 വട്ടം പോകും, ചിലപ്പോൾ മാസത്തിൽ 5 പ്രാവശ്യം പോകും. എപ്പോഴാണ് ഒഴിവിട്ടത് അതിനനുസരിച്ചൊക്കെ പോകും. എൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ഞാൻ പോകും. ആ ഖബറാളികളുടെ ഖബറിൻ്റെ അടുത്ത് എന്ന് സലാം പറയും. എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഖബറിൻ്റെ അടുത്ത് നിന്നും ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹുവേ, കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എൻ്റെ ഉപ്പ, ഒരുപാട് പ്രതീക്ഷ വെച്ച് എന്നെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തി പഠിപ്പിച്ചതാ. ഞാൻ തൗഹീദ് പറയുന്നുണ്ട്, അല്ലാഹ് എൻ്റെ ഉപ്പാക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. എൻ്റെ ഉപ്പാക്ക് കരുണ കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. സ്റ്റേജിൽ നിന്ന് പറയാ, കാറെന്ന് പറയാ, ബസ്സെന്ന് പറയാ, ട്രെയിനെന്ന് പറയാ, എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യത്തിനാണോ നമ്മുടെ നാട്ടിൽ ഇന്ന് സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാ മറ്റൊരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇനിയും സംസാരിക്കാം. കാരണം സമയം കുറച്ച് അധികരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ 10 മണിക്ക് അവസാനിപ്പിക്കുന്നതാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്, പിന്നെ തുടങ്ങാൻ കുറേ വൈകി എന്ന നിലക്ക് കുറച്ച് സമയം നമ്മൾ അധികം സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഈ സംസാരത്തെ ഒരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയവരോട് പറഞ്ഞത്, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിലാവട്ടെ, നിങ്ങൾ ഏത് സംഘത്തിലാകട്ടെ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾ പറയണില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. നേർച്ചയുണ്ട്, അത് റബ്ബിൻ്റെ പേരിൽ മാത്രം ചെയ്യ്. വഴിപാടുകളുണ്ട്, അള്ളാൻ്റെ കൂലി ആഗ്രഹിച്ച് മാത്രം ചെയ്യ്. സത്യം ചെയ്യുമ്പോൾ അള്ളാൻ്റെ പേരിൽ മാത്രം. ഉമ്മയാണ് സത്യം എന്നല്ല, പള്ളിയാണ് സത്യം എന്നല്ല കേട്ടോ. ഖുർആനിൻ്റെ നടുക്കത്തെ പേജ്, സൈഡത്തെ പേജ് ആയാലും എന്താ, അങ്ങോട്ട് പറയണ വെറുതെ. അങ്ങനെ നല്ല ദീനിലെ സത്യം ചെയ്യല്. പിന്നെ മറിച്ച് അള്ളാഹുവാണ് സത്യം. സത്യം ചെയ്യുമ്പോൾ ഗൗരവമുള്ള കാര്യമാണെങ്കിൽ അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യുക.
വല്ലാഹി ചെറിയ കാര്യത്തിലൊന്നും ഇങ്ങനെ അള്ളാഹിനെ വിളിച്ച് സത്യം ചെയ്യാൻ നിൽക്കണ്ട. ഗൗരവമുള്ള കാര്യത്തിന് സത്യം, നേർച്ച, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യമാണ്. അതാ നേർച്ചയാക്കിയ പിന്നെ കൊടുക്കൽ നിർബന്ധ, അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നേർച്ച ഉണ്ട്, അതൊക്കെ അള്ളാഹുവിൻ്റെ കൂലിയും പൊരുത്തവും ആഗ്രഹിച്ചു മാത്രമാണ്. ഖബർ സിയാറത്തുണ്ട്, അത് നമുക്ക് മരണബോധവും പരലോകബോധവും കിട്ടാനാ. പിന്നെ നമ്മളെ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സുഹൃത്തുക്കളെ, ഏലസ് കെട്ടരുത്. ഒരു നൂല് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് തീരുമാനിച്ചാൽ, വിചാരിച്ചാൽ അത് ഷിർക്കായി. പിന്നെ അള്ളാഹ്ക്ക് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് 10 ആൾ വന്നിട്ട് റസൂൽ 9 ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചു. 9 ആൾ, ഞാൻ അവസാനിപ്പിക്കാട്ടോ. 9 ആളെ കൈ പിടിച്ചു. ഒരാളെ കൈപിടിച്ച് കരാറിൽ ഏർപ്പെട്ടില്ല, ഉടമ്പടിയിൽ ഏർപ്പെട്ടില്ല. അപ്പോൾ വന്നോര് ചോദിച്ചു, നബിയെ ബായത്ത തിസ്സാങ്ങൾ 9 ആളുമായി പിന്നെ കരാറിൽ ഏർപ്പെട്ടാലോ ഉടമ്പടിയിൽ ഏർപ്പെട്ടാലോ എന്താ നിങ്ങൾ ഒരാളെ ഉപേക്ഷിച്ചത്? ബായത്തു തിസ്ആ വ തറക്തു ഹാദാ, ഞാൻ ശരിയാങ്ങൾ പറയുന്നു, 9 ആളുമായി ഞാൻ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരാളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം പറഞ്ഞെന്താ അറിയോ? ഫ ഇന്ന അലൈഹി തമീമ, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏലസുണ്ട്, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏലസുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരമുണ്ട്. നമുക്കിപ്പോൾ ഈ നാട്ടിലൊരാൾ ഏലസ് കെട്ടിയാൽ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. നമ്മളെ അഞ്ചൻ്റെ അടുത്തുണ്ടെങ്കിൽ പൊട്ടിക്കുക, നമ്മളെ മോൻ്റെ അടുത്തുണ്ടെങ്കിൽ പൊട്ടിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരമുള്ള സമയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദ്ഖല യദഹു, കൈയിൻ്റെ ഉള്ളി ഏലസിൻ്റെ ഉള്ളിലേക്ക് കൈ അങ്ങ് പ്രവേശിപ്പിച്ച് ഫഖതഅഹ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ഫഖദ് അശ്റക്, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഇത്ര ഗൗരവ വിഷയം. ഇത് നിങ്ങൾ തമാശയായി കാണരുത്. ഗൗരവത്തോടു കൂടി വിഷയത്തെ പഠിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥന റബ്ബിലേക്ക് മാത്രമാക്കൂ സുഹൃത്തുക്കളെ, രക്ഷപ്പെടാനാ, പരലോകത്ത് രക്ഷപ്പെടാൻ. ഷിർക്കല്ല പൊറുക്കാത്ത പാപമാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹ് പൊറുക്കാത്ത പാപ. ഇതൊന്നും വാശിയുടെ വർത്തമാനമല്ല. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളായി, സഹോദര സഹോദരിമാരായി, ഈ നാട്ടിലെ ഏറ്റവും സ്നേഹമുള്ളവരായി, ആ പൊതുവിഷയങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരന്ന്, നമ്മൾ ഇവിടെ പൗരത്വ ബില്ല് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും ഒറ്റ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഈ രാജ്യത്തിൻ്റെ എവിടേക്കാണോ ലെറ്റർ കൊടുക്കേണ്ടത്, പ്രധാനമന്ത്രിയുടെ ആ ചേംബറിലേക്കാണോ പ്രസിഡൻറ്റിൻ്റെ ചേംബറിലേക്കാണോ, നമ്മളെല്ലാവരും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ലേ? എല്ലാ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ തൗഹീദും ശിർക്കും പറയാതിരുന്നാൽ പരലോകം അപകടമാകും. അതിൻ്റെ പേരിൽ അന്ധവിശ്വാസത്തെ എതിർക്കാതിരുന്നാൽ ദീനിൻ്റെ കാര്യം അപകടത്തിലാകും. അതിൻ്റെ പേരിൽ ഐക്യത്തിൻ്റെ പേര് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ കാര്യം വെട്ടിത്തുറന്ന് പറയാതിരുന്നാൽ ഞാനും നിങ്ങളും നാളെ പരലോകത്ത് നഷ്ടക്കാരികളായി മാറും. അതുകൊണ്ടാണ് ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഇത്ര വ്യക്തമായി ചെറിയ സമയം കൊണ്ട് സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വല്ല തെറ്റും വാക്കിലോ സംസാരത്തിലോ ആ സെൻറ്റൻസുകളിലോ വാചകങ്ങളിലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി വായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പണ്ഡിതന്മാരെ, ഈ നാട്ടിൽ എന്നെ കേട്ട ഉസ്താദുമാരെ, നാളെ പരലോകത്ത് ആരും നമ്മുടെ കൂടെയില്ലാത്ത നേരത്ത് നിങ്ങളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന സമാധാനമെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ ഹക്കായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.